56 വർഷം മുമ്പ്, അത് വളരെ വലിയൊരു കാലയളവാണ്. 56 വർഷം മുമ്പ് കാണാതായ നമ്മളുടെ ഒരു പട്ടാളക്കാരൻ, നമ്മുടെ നാട് കാക്കുന്ന ഒരു സൈനികൻ. 22 വയസ്സേ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നുള്ളൂ. തോമസ് ചെറിയാൻ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. അപ്പോൾ നമ്മുടെ ഒരു കുഞ്ഞനിയന്റെ പ്രായമേ ഉള്ള സമയത്താണ് അദ്ദേഹം നമുക്ക് നഷ്ടപ്പെട്ടത്. അപ്പോൾ തോമസ് ചെറിയാൻ എന്ന് പറയുന്ന ഒരു കുഞ്ഞു സൈനികൻ നമുക്ക് നഷ്ടപ്പെട്ടിട്ട് 56 വർഷം കഴിഞ്ഞു. ഇത്രയും വർഷത്തിന് ശേഷമാണ് അദ്ദേഹത്തിന്റെ ബോഡി കണ്ടെടുത്തു എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ ഇന്ന് സംസ്കരണ ചടങ്ങുകളും കാര്യങ്ങളും എല്ലാം എല്ലാ തരത്തിലുള്ള വിധി പ്രകാരം നടക്കുന്നു. അപ്പോ നമ്മുടെ സൈനികന് എല്ലാ തരത്തിലുള്ള എൻ്റെ അന്ത്യാഞ്ജലി, പ്രണാമം. അപ്പോൾ വിഷയം പറയാനെന്ന് അപ്പൊ അത് എന്താ പറയാ, പ്രിയ തനുജ, നമസ്തേ. അപ്പൊ ഞാൻ അദ്ദേഹത്തിനൊരു അന്ത്യാഞ്ജലി പറഞ്ഞുകൊണ്ട് വിഷയത്തിലേക്ക് വരാം. വിഷയം എന്ന് പറഞ്ഞാൽ നമ്മുടെ മനാഫും അർജുനന്റെ കുടുംബവും തന്നെയാണ് വിഷയം. കാരണം കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിൽ ഞാനൊരു പോസ്റ്റ് ഇട്ടപ്പോൾ, അതിന് മുൻപും പോസ്റ്റ് ഇട്ടപ്പോൾ ഒരുപാട് തെറിവിളികളും ഒരുപാട് എന്താ പറയാ അനാവശ്യമായ കേട്ടിട്ടുള്ള ഒരു ആളാണ് ഞാൻ. കാരണം എനിക്ക് തോന്നുന്ന ശരികളാണ് ഞാൻ പറഞ്ഞത്, എനിക്ക് തോന്നുന്ന ശരികളാണ് പിന്നെ പങ്കുവയ്ക്കുന്നത്. അത് എതിരഭിപ്രായങ്ങൾ ഉണ്ടായിരിക്കാം നിങ്ങൾക്ക് എല്ലാവർക്കും, എൻ്റെ സുഹൃത്തുക്കളായിട്ടുള്ള നിങ്ങൾക്ക് എല്ലാവർക്കും അതിനോട് എതിർപ്പുണ്ടാവാം, അല്ലെങ്കിൽ നിങ്ങൾക്കത് അക്സെപ്റ്റ് ചെയ്യുന്നുണ്ടാവാം. പക്ഷെ ഒരാൾ പറയുന്നത് അവരുടെ അഭിപ്രായമാണ്. ഒരു അഭിപ്രായ സ്വാതന്ത്ര്യം നമ്മുടെ നാട്ടിലുണ്ടല്ലോ. ഇന്ത്യൻ ഭരണഘടന നമുക്കൊരു അഭിപ്രായ സ്വാതന്ത്ര്യം തന്നിട്ടുണ്ട്. അപ്പോൾ ആ അഭിപ്രായ സ്വാതന്ത്ര്യത്തിലാണ് ഞാൻ സംസാരിക്കുന്നത്. അപ്പൊ കഴിഞ്ഞ ദിവസം ഞാനൊരു പോസ്റ്റ് ഇട്ടപ്പോൾ ആ പോസ്റ്റിന്റെ അടിയിൽ വന്നിട്ട് എൻ്റെ സുഹൃത്തുക്കളായിട്ടുള്ള, ഒരുപാട് വർഷം ആയിട്ട് അറിയുന്ന എൻ്റെ സുഹൃത്തുക്കളായിട്ടുള്ള അവര് തന്നെ എന്നോട് വന്നിട്ട് ചോദിച്ചു, നിങ്ങളൊരു സ്ത്രീയാണോ, നിങ്ങൾക്ക് നാണമില്ലേ, നിങ്ങളൊരു മനുഷ്യ സ്ത്രീയാണോ എന്നുള്ള രീതിയിലൊക്കെ എൻ്റെ അടുത്ത് സംസാരിച്ചു. അപ്പൊ അത്രയ്ക്കും നീചമായ രീതിയിലുള്ള ചോദ്യങ്ങളൊക്കെ ചോദിക്കാൻ മാത്രം ഞാൻ എന്താണ് ഈ പറയുന്ന രീതിയിൽ പറഞ്ഞത് എന്നാണ് എനിക്ക് പിടികിട്ടാത്തത്. ഒരാളോട് വന്നിട്ട് ചോദിക്കുകയാണ്, നിങ്ങളൊരു സ്ത്രീയാണോ, നിങ്ങൾക്ക് ഇതുപോലെ പറയാനായിട്ട് എങ്ങനെ സാധിക്കുന്നു. അത്രയും വൃത്തികെട്ട രീതിയിലൊന്നും ഞാനൊന്നും പറഞ്ഞിട്ടില്ല. ഞാൻ പറഞ്ഞതൊരു നിസ്സാര കാര്യം. അതും വന്ന് ചോദിക്കുന്നതൊക്കെ നമ്മുടെ ഹിന്ദു സഹോദരന്മാരാണെന്നും കൂടെ ചിന്തിക്കണം. നമ്മുടെ ഹിന്ദു സഹോദരന്മാരാണ് എന്നോട് വന്നിട്ട് ചോദിക്കുന്നത്, നിങ്ങളൊരു സ്ത്രീയാണോ, നിങ്ങൾക്ക് ഇങ്ങനെ പറയാനായിട്ട് എങ്ങനെ സാധിക്കുന്നു. അത്രയും തരം താഴ്ന്ന രീതിയിലാണ് എന്നോട് ചോദിച്ചത്. ഞാൻ ചോദിച്ച ചോദ്യം, ഈ മനാഫ് എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ ഒരൊറ്റ സെക്കൻഡ് കൊണ്ട് ഇവിടെ കാണിച്ചു കൂട്ടുന്ന വൈകൃതങ്ങളും കോമാളിത്തരങ്ങളും എന്താണെന്ന് നമ്മൾ എല്ലാവരും കണ്ടതാണ്. ഞാൻ അയാളെ കുറ്റം പറയുന്നില്ല. കാരണം അയാളുടെ ഭാഗത്ത് നിന്ന് നോക്കുമ്പോൾ അയാൾ കാണിക്കുന്നത് ശരിയായിരിക്കാം, തെറ്റായിരിക്കാം. അതിൽ ഞാൻ എൻ്റെ തരത്തില് എൻ്റെതായ രീതിയിൽ ഞാൻ അതിനെ പ്രതികരിച്ചു, അല്ലെങ്കിൽ എനിക്ക് ശരിയെന്നിട്ടുള്ള തോന്നിയ രീതിയിൽ ഞാൻ പറഞ്ഞു. ദാറ്റ്സ് ഇറ്റ്. പക്ഷേ ഒരു കാര്യം, അപ്പൊ അമ്മയെ തല്ലുമ്പോഴും രണ്ടു ഭാഗമുണ്ടെന്ന് പറയും. ഇപ്പോൾ എൻ്റെ അമ്മയെ അല്ലെങ്കിൽ ഒരാൾ അടിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു കൂട്ടർ പറയും, ഓ ആ തള്ളയ്ക്ക് അത് ആവശ്യമാണ്, അത് കിട്ടണം. മറു കൂട്ടർ പറയും, അയ്യോ കണ്ടില്ലേ, അപ്പൊ അവൻ പെറ്റ തള്ളയെ തല്ലി, പിന്നെ ചെയ്യുന്ന പണി കണ്ടില്ലേ, കഷ്ടമല്ലേ. അപ്പൊ അതുകൊണ്ട് അങ്ങനെ പറയുന്നത്. അപ്പൊ അപ്പോഴും രണ്ട് വിഭാഗം ഉണ്ടാവും. അമ്മയെ തല്ലുമ്പോഴും രണ്ട് പക്ഷം ഉണ്ടാവും എന്ന് പറയുന്നത്. അമ്മ എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണ് അമ്മ. അപ്പൊ ആ അമ്മയെ അടിക്കുമ്പോൾ പോലും രണ്ട് വിഭാഗം ഉണ്ടാവും. ഒരു കൂട്ടർ പറയും പാവം ആ തള്ളയെ തല്ലി കൊല്ലാറാക്കുന്നു, ഒരു കൂട്ടർ പറയും ആ തള്ളയ്ക്ക് രണ്ടെണ്ണം കിട്ടേണ്ടതാണെന്ന്. ഇതാണ് നമ്മുടെ സമൂഹം. അപ്പൊ ഈ സമൂഹത്തിൽ നിന്നിട്ട് ഒന്ന് രണ്ട് കാര്യങ്ങൾ, അതായത് തെറ്റെവിടെ ശരി എവിടെ എന്നുള്ളത് നമുക്ക് നോക്കി കാണുമ്പോൾ ഞാൻ മനസ്സിലാക്കുന്ന കുറെ കാര്യങ്ങൾ, എനിക്ക് തോന്നി തെറ്റാണെന്ന് തോന്നിയ കാര്യങ്ങളും എനിക്ക് ശരിയെന്ന് തോന്നിയ കാര്യങ്ങളുമാണ് ഞാൻ നിങ്ങളോട് ചോദിക്കുന്നത്. ഇത്രയും കാലവും ഈ സോഷ്യൽ മീഡിയയിൽ നടക്കുന്ന കാര്യങ്ങളൊന്നും നമ്മൾ അറിഞ്ഞിരുന്നില്ല. കാരണം അർജുനനെ കാണാതായിട്ട് 76 ദിവസത്തിന് ശേഷമാണ് അദ്ദേഹത്തെ കണ്ടെടുത്തതും ആ ലോറി കണ്ടെടുത്തതും അദ്ദേഹത്തെ സംസ്കരിച്ചതും ഒക്കെ ഇപ്പൊ അടുത്തിടെ ഈ കഴിഞ്ഞ ദിവസങ്ങളിലാണ്. അപ്പൊ അതിനു മുമ്പ് അർജുനനെ കാണാതായി എന്ന് പറഞ്ഞ ആ ദിവസങ്ങൾ തൊട്ട് കർണാടക സർക്കാരും കേന്ദ്ര സർക്കാരും കേരള സർക്കാരും പൊതുപ്രവർത്തകരും രാഷ്ട്രീയക്കാരും മുങ്ങൽ വിദഗ്ധരും കേന്ദ്ര സേനയും അന്ന് വേണ്ട ഒരുപാട് മനുഷ്യര് ഇതിന്റെ പുറകില് പ്രയത്നിച്ചു. അത് ലോറി കാണാതായ സമയത്ത് ലോറി മാത്രമല്ല കാണാതായത്, ലോറിയുടെ കൂടെ അർജുനെയും കാണാതായി. അതിനോട് കൂടിയിട്ട് അവിടെ അടുത്ത് ഒരു ചെറിയൊരു ചായക്കട ഉണ്ടായിരുന്നു. ആ ചായക്കട അവിടെ നിന്ന് അപ്രത്യക്ഷമായി എന്നാണ് നമ്മൾ കേട്ടത്. ഒരു ചായക്കട ഉണ്ടായിരുന്നു അവിടെ, ആ ചായക്കടയിൽ എത്ര ജീവൻ ഉണ്ടായിരുന്നു, ഒരു കുടുംബം മൊത്തം ആ ചായക്കടയിൽ ഉണ്ടായിരുന്നു എന്ന് നമ്മൾ കേട്ടു. അപ്പോ അതിനോട് കൂടിയിട്ട് എത്ര മനുഷ്യര് നഷ്ടപ്പെട്ടു എന്ന് പോലും നമുക്കറിയില്ല. അവരും മനുഷ്യരാണ്.
അവിടെ ഒരു ചായക്കട ഉണ്ടായിരുന്നു. ആ ചായക്കട അതോടുകൂടിയിട്ട്, അതായത് ഫുള്ളായിട്ട് അതിനകത്ത് ഉണ്ടായിരുന്ന മനുഷ്യരെത്രയാണെന്നോ അതിനകത്ത് ആരെങ്കിലും ഭക്ഷണം കഴിക്കാൻ ഇരുന്നിരുന്നെന്നോ അതൊന്നും നമുക്കറിയില്ല. ഒരു കാര്യങ്ങൾക്കും നമുക്കൊരു കണക്കുമില്ല. അവരൊക്കെ നമുക്ക് നഷ്ടപ്പെട്ടു. അപ്പോ അതെല്ലാം നഷ്ടപ്പെട്ടു. പിന്നീട് നമുക്ക് ഒരിക്കലും ഇനി ഇതൊന്നും തിരിച്ചു കിട്ടില്ല എന്നുള്ള രീതിയിലെല്ലാം അപ്രത്യക്ഷമായിട്ട് ഇപ്പൊ 1076 ദിവസത്തിന് ശേഷം എല്ലാവരുടെയും സഹകരണത്തിന്റെ ഫലമായിട്ട് ഇപ്പോ അർജുനെ ലോറി വീണ്ടെടുത്തു. അർജുനന്റെ അതായത് എന്താ പറയാ, ബോഡി ആകെ ഏതവസ്ഥയിലായിട്ടുണ്ടാവും എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. അദ്ദേഹത്തിന്റെ ബോഡി കണ്ടെടുത്തു. കുടുംബക്കാർക്ക് ഒരു സമാധാനം, അതായത് മകന്റെ ശരീരം എന്നുള്ള ഒരു പേരിനെങ്കിലും ഒരു ശരീരം അവർക്ക് കിട്ടി. അത് അതിൻ്റെതായ അവരുടെ വിശ്വാസപ്രകാരം കർമ്മങ്ങളെല്ലാം ചെയ്ത് ആ ബോഡി സംസ്കരിച്ചു. അപ്പോ ഈ സംഗതികളൊക്കെ നടക്കുന്നതിന്റെ പുറകില് സംഭവിച്ച കാര്യങ്ങളൊന്ന് ചിന്തിച്ചു കഴിഞ്ഞാല് ഞാനിപ്പോ ഈ സോഷ്യൽ മീഡിയ വഴിക്ക് നിങ്ങളൊക്കെ കേൾക്കുന്ന അതേ അറിവ് തന്നെ എനിക്കുള്ളൂ. എനിക്ക് അങ്ങനെ പ്രത്യേകിച്ച് വേറെ അറിവുകളൊന്നുമില്ല. അപ്പൊ ഒരു ഭാഗത്ത് നമ്മൾ കേൾക്കുന്നു, ഇത്രയും കാലവും ഈ ലോറി കാണാതായതിന് തൊട്ട് ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയിരുന്നു ഈ മനാഫ് എന്ന് പറയുന്നു. അതുകൂടാതെ ആ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് ആ യൂട്യൂബ് ചാനലിന്റെ എന്താ പറയാ, അഭിവൃദ്ധിക്ക് വേണ്ടിയിട്ടോ അതിന്റെ പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ടോ ഇയാള് പല കാര്യങ്ങളും യൂട്യൂബിലേക്ക് കാണിച്ചു കൊടുക്കുന്നു. അപ്പൊ അതായത് ഈ കച്ചവടം ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു മൈൻഡ്, അത് പുര കത്തുമ്പോ വാഴ വെട്ടുക എന്ന് പറയുന്നൊരു ഒരു സിറ്റുവേഷനാണ് എനിക്ക് ഇവിടെ ഓർമ്മ വരുന്നത്. എല്ലാവരും പറയുന്നൊരു പഴമൊഴിയാണ്, പുര കത്തുമ്പോ വാഴ വെട്ടുക. അപ്പൊ ഈ പുര കത്തുമ്പോ വാഴ വെട്ടുക എന്നുള്ള രീതിയില് അദ്ദേഹത്തിന്റെ ഇഷ്ടത്തിന്, മനാഫ് അദ്ദേഹത്തിന്റെ ഇഷ്ടത്തിന് ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങി. അത് അദ്ദേഹത്തിന്റെ ഇഷ്ടമാണ്, നമുക്കതിൽ യാതൊരു എതിർപ്പുമില്ല. അദ്ദേഹത്തിന് കിട്ടുന്ന രീതിയിലുള്ള സാഹചര്യങ്ങളും അവസരവാദം എന്ന് പറയും, അവസരത്തിനനുസരിച്ച് ഉയരാൻ കഴിയുക, അവസരം മുതലെടുക്കുക എന്നുള്ളതൊക്കെ ഓരോരുത്തരുടെ കഴിവുകളാണ്. അതൊക്കെ ഓരോരുത്തരുടെ മനസ്സും മനസാക്ഷിക്കനുസരിച്ച് അവർ ചെയ്തു കൂട്ടുന്ന കാര്യങ്ങളാണ്. അപ്പൊ സ്വന്തം കൂട്ടുകാരൻ മരണപ്പെട്ട് കിടക്കുമ്പോഴും സ്വന്തം കൂട്ടുകാരനെ കാണാനില്ലാണ്ട് ആയിട്ടിരിക്കുമ്പോഴും അയാളുടെ ലോറി മിസ്സിംഗ് ആയ സമയത്തും ഒരു യൂട്യൂബ് ചാനലൊക്കെ ക്രിയേറ്റ് ചെയ്തിട്ട് ആ ചാനലിന്റെ അഭിവൃദ്ധിക്കും ആ ചാനലിന്റെ പിന്നെ കാര്യങ്ങൾക്കും വേണ്ടിയിട്ട് പ്രവർത്തിക്കാനൊന്നും ഇദ്ദേഹം മറന്നില്ല. അത് അദ്ദേഹത്തിന്റെ കഴിവ്, അദ്ദേഹത്തിന്റെ മനസ്സ്. ജസ്റ്റ് ലീവ് ഇറ്റ്. അത് കഴിഞ്ഞു. ആ യൂട്യൂബ് ചാനലൊക്കെ ഒരു ഭാഗത്ത് നടക്കുന്നുണ്ട്. ഇപ്പൊ അത് കഴിഞ്ഞ് രണ്ടാമത് വരുന്നൊരു അഭിമുഖം ഈ പറയുന്ന മനാഫ് തന്നെ നേരിട്ട് പറയുന്നതാണ്. മനാഫ് പറയുന്നുണ്ട്, എനിക്കൊരു യൂട്യൂബ് ചാനൽ ഉണ്ട്, അതിനിപ്പോ എന്താ, ഞാൻ ആ യൂട്യൂബ് ചാനൽ തുടങ്ങിയപ്പോ നിങ്ങൾക്ക് ആർക്കെന്താ പ്രശ്നം എന്ന് നമ്മളെല്ലാവരും കണ്ട വീഡിയോസ് ആണ് ഞാൻ പറയുന്നത്. ഞാൻ എന്റേതായിട്ടൊന്നും ഞാൻ ഉയർത്തി കാണിക്കുന്നില്ല. അപ്പൊ ആ യൂട്യൂബ് ചാനൽ ഞാൻ ഇനിയും ഉയർത്തിക്കൊണ്ടുവരും. ഞാൻ ആ യൂട്യൂബ് ചാനൽ ഇനിയിപ്പോ വിടാൻ കണ്ടിട്ടില്ല, അത് ഞാൻ ഇനിയും ഉയർത്തിക്കൊണ്ടുവരും. നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഒന്നല്ല, ഞാൻ വേറെ ലെവലാണ് എന്ന് പുള്ളി തന്നെ സ്വയം പറയുന്നുണ്ട്. നമുക്ക് ആർക്കും യാതൊരു തരത്തിലുള്ള എതിർപ്പും ഇല്ല. യൂട്യൂബ് ചാനൽ തുടങ്ങാതിരിക്കുമോ, അതൊക്കെ അയാളുടെ ഇഷ്ടം. അപ്പൊ അയാൾ അതിൽ കൂടിയിട്ട് ഇദ്ദേഹത്തിന്റെ ഒരു ബൈക്ക് അവിടെ നന്നാക്കാനായിട്ട് ഏൽപ്പിച്ചിരുന്നു. അദ്ദേഹത്തിന്റെ ഭാര്യ പറഞ്ഞതാണ്, അർജുനന്റെ ഒരു ബൈക്ക് നന്നാക്കാൻ ഏൽപ്പിച്ചിരുന്നു. ആ ബൈക്ക് നന്നാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ മനാഫിന്റെ വീട്ടിൽ കൊണ്ട് വെച്ചാൽ മതി എന്ന് പറഞ്ഞിരുന്നു എന്ന് പറയുന്നു. അപ്പൊ അവിടെ ഈ പറയുന്ന അർജുൻ മരണപ്പെട്ട് കിടക്കുമ്പോഴും അർജുൻ മിസ്സിംഗ് ആയിട്ടിരിക്കുമ്പോഴും ഈ സൈഡിൽ എന്താണ് നടന്നുകൊണ്ടിരിക്കുന്നത്? യൂട്യൂബ് ചാനലിന് വേണ്ടിയിട്ടുള്ള വ്യൂസ് ഉണ്ടാക്കാനായിട്ടുള്ള അവസരം ഒരു ഭാഗത്ത് ചാനലുകാരൊക്കെ കൂടിയിട്ട് അവരുടെ വീട്ടിലേക്ക് കുത്തി കയറുന്നു. അതായത് അർജുനനെ കാണാണ്ടായ സമയം തൊട്ട് നമുക്ക് കണ്ടാൽ മനസ്സിലാവും, ഏതോ ഒരു പിന്നെ ചാനലിൽ പോയിട്ട് അവരുടെ വീട്ടിൽ പോയിട്ട് ആ കൊച്ചു കുഞ്ഞ്, യാതൊന്നും അറിയാത്തൊരു കൊച്ചു കുഞ്ഞ് അവിടെ അർജുന്റെ മകൻ ഓടി നടക്കുന്നുണ്ട്. ആ കുഞ്ഞിന്റെ വീഡിയോ എടുത്തിട്ട് അത് വിറ്റ് കാശാക്കാൻ നോക്കിയ ചാനലുകളാണ് നമുക്ക് ചുറ്റും. അതായത് അർജുനന്റെ കാണാണ്ടായിട്ട് മിസ്സിംഗ് ആയിട്ട് ഇരിക്കുകയാണ്, മരിച്ചോ ജീവിച്ചോ ഒന്നും അറിയില്ല. അങ്ങനത്തെ ഒരു അവസ്ഥയിൽ ആ കുടുംബം മുന്നോട്ട് പോകുമ്പോഴും ആ കുടുംബത്ത് കയറിയിട്ട് ആ ഒരു കൊച്ചു കുഞ്ഞിന്റെ ഫോട്ടോ എടുത്തിട്ട് അല്ലെങ്കിൽ അവന്റെ വീഡിയോ എടുത്തിട്ട് അത് വിറ്റ് കാശാക്കാൻ നോക്കിയിട്ട് വ്യൂസ് ഉണ്ടാക്കാൻ നോക്കിയത് അവസരവാദികളായ ചാനലുകാരും നമ്മുടെ ചുറ്റുമുണ്ട്. അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഈ മനാഫ് ചെയ്തതും അതേപോലത്തെ തന്നെ ഒരു അവസരവാദം തന്നെയായിട്ട് തന്നെ നമുക്ക് കാണാൻ പറ്റുള്ളൂ. കാരണം ആ മനാഫ് എടുക്കുന്ന യൂട്യൂബ് ചാനലും ആ ചാനലിൽ ഇട്ടിരിക്കുന്ന പേര് തന്നെ മനാഫ് ലോറി ഉടമാന്നോ സംതിങ് അങ്ങനെ എന്തോ, ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു പേരൊക്കെ കേൾക്കുന്നത്. അപ്പൊ ആ പേര് കൊടുത്താലേ അവിടെ ആ ബിസിനസ് വളരുള്ളൂ എന്നുള്ളത് അവന് നന്നായിട്ട് അറിയാം. ഇതൊക്കെ വളരെ ബുദ്ധിപരമായിട്ട് അതായത് ഒത്തിരി മുന്നോട്ട് ഓടുന്ന നായയ്ക്ക് ഒരു മുഴം മുമ്പേ എന്ന് പറഞ്ഞ പോലെ ഭയങ്കരമായിട്ട് മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് ചാനലൊക്കെ തുടങ്ങി വെച്ചിട്ടുള്ളത്. നമുക്ക് ഓരോരുത്തർക്കും ചിന്തിച്ചാൽ മനസ്സിലാക്കാവുന്ന കാര്യമുള്ളൂ. അത് തുടങ്ങി ആ ചാനലുകൾ അത് ഒരു ഭാഗത്ത് നടക്കുന്നു. അവിടെ കേടുവന്നിട്ട് നന്നാക്കാനായിട്ട് ഏൽപ്പിച്ചൊരു ബൈക്ക് ഉണ്ടായിരുന്നു. ആ ബൈക്കും യൂട്യൂബർക്ക് പുള്ളി കാണിച്ചു കൊടുത്തിട്ടുണ്ട്.
അതായത് അർജുനന്റെ ബൈക്ക്, എത്രത്തോളം കണ്ണീര് വീഴ്ത്താം, ആ ബൈക്ക് കൊണ്ട് എത്ര വ്യൂസ് ഉണ്ടാക്കാം, അയാളുടെ ബൈക്ക് വെച്ചിട്ടും അയാളുടെ ശരീരം വെച്ചിട്ടും അയാളുടെ കുടുംബത്തെ വെച്ചിട്ടും ഒക്കെ പരമാവധി വ്യൂസ് ഉണ്ടാക്കാനും പരമാവധി മുതലെടുപ്പ് നടത്താനും മാത്രം കൃത്യമായിട്ട് മനാഫ് നോക്കി എന്നുള്ളതിന് അക്ഷരാർത്ഥത്തിൽ സത്യമായ കാര്യമാണ്. സത്യമായ കാര്യമാണ്. ആ ഒരു മനുഷ്യൻ മരിച്ചു പോയാല് ആ മരിച്ചുപോയ കുടുംബത്തിനാണ് അതിന്റെ നഷ്ടം. ആ മരിച്ചുപോയ വ്യക്തി ആ കുടുംബത്തിൽ എത്രത്തോളം നട്ടല്ലായിരുന്നോ ആ കുടുംബത്തിന് തന്നെയാണ് നഷ്ടം, ആ കുഞ്ഞിനും തന്നെയാണ് നഷ്ടം. അല്ലെങ്കിൽ അവരുടെ കുടുംബത്തിന്, ഭാര്യയ്ക്ക്, അവരുടെ അമ്മയ്ക്ക് ഒരു മകൻ നഷ്ടപ്പെട്ടു, അവരുടെ ഭാര്യയ്ക്ക് ഭർത്താവ് നഷ്ടപ്പെട്ടു, ആ കുഞ്ഞിന് അവന്റെ എന്നേക്കും ചേർത്ത് പിടിക്കുന്ന ആ അച്ഛൻ നഷ്ടപ്പെട്ടു. അവർക്ക് കൂടപ്പിറപ്പുകൾ ഉണ്ടെങ്കിൽ അവരുടെ ചേട്ടനോ അനിയനോ ആരാണെങ്കിൽ അവർ നഷ്ടപ്പെട്ടു. എന്നല്ലാതെ പുറമേ നിൽക്കുന്നവനൊന്നും യാതൊരു തരത്തിലുള്ള മുതലക്കണ്ണീരും ചെയ്യേണ്ട കാര്യമോ അതിന്റെ കൂടുതൽ ന്യായീകരിക്കേണ്ട കാര്യമോ ഇല്ല. പുറമേ നിൽക്കുന്നവൻ എന്ന് പറഞ്ഞാൽ പുറമേ നിൽക്കുന്നവൻ തന്നെയാണ്. നമ്മൾ ആരും ഏത് ജാതിയാണെന്നോ മതമാണെന്നോ അല്ലെങ്കിൽ ഏത് നാട്ടുകാരനാണെന്നോ ആണെങ്കിൽ കൂടിയിട്ടും അവരുടെ വീട്ടിലത്തെ ഒരു അംഗമാവാനൊന്നും നമ്മളെ കൊണ്ട് സാധിക്കില്ല. നമ്മൾ അവരുടെ വീട്ടിൽ ആരുമല്ല എന്നുള്ളതാണ് പരമമായ സത്യം. അപ്പോ ഈ മനാഫ് എന്ന് പറയുന്നവൻ അവന്റെ മുതലെടുപ്പിന് വേണ്ടിയിട്ട് ഓരോ സൈഡിൽ നിന്ന് ഈ അർജുനനെ കഷ്ടപ്പെട്ട് അയാള് നഷ്ടപ്പെട്ട് അയാള് മിസ്സിംഗ് ആയി ഇരിക്കുന്ന ദിവസങ്ങൾ അത്രയും നല്ലൊരു ബിസിനസ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് പുള്ളി മറന്നില്ല. അത് കൂട്ടുകാരനോടുള്ള സ്നേഹം കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ ഓരോ നിമിഷവും കൂട്ടുകാരനെ ഓർത്തുകൊണ്ടിരിക്കാനായിരിക്കും മനാഫ് അങ്ങനെ ചെയ്തത്. യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് ഇങ്ങനെ അർജുനെ കുറിച്ചിട്ട് ഇങ്ങനെ ദിവസം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ അപ്പൊ ആ കൂട്ടുകാരനെ ഇങ്ങനെ ഓർമ്മ വരുമല്ലോ. അപ്പൊ ആ കൂട്ടുകാരന്റെ ഓർമ്മകളിൽ ജീവിക്കാൻ ആഗ്രഹിച്ചിട്ടായിരിക്കും മനാഫ് അങ്ങനെ ചെയ്തിട്ടുണ്ടാവുക എന്ന് വേണമെങ്കിൽ നമുക്ക് ചിന്തിക്കാം. ആ പരിപാടികളൊക്കെ കഴിഞ്ഞു. ഇപ്പോ അർജുനന്റെ ബോഡി കിട്ടി. അതിനിടയ്ക്ക് വേറൊരു വഴിത്തിരിവുണ്ടായത്, ഈ അർജുനന്റെ വീട്ടുകാര് അർജുനെ കാണാനില്ലാണ്ട് കർണാടക സർക്കാരും നമ്മുടെ കേരള സർക്കാരും ബാക്കിയുള്ള എല്ലാവരും കൂടിയിട്ട് ആ ബോഡിക്ക് വേണ്ടി തെരച്ചിൽ നടത്തുമ്പോഴും അതിനു വേണ്ടിയിട്ടുള്ള ശ്രമഫലങ്ങളുടെയൊക്കെ ഭാഗമായിട്ട് ആ സംഗതികളൊക്കെ അവിടെ നടക്കുമ്പോഴും കേന്ദ്രസേനയടക്കം കഷ്ടപ്പെടുമ്പോഴും ഈ അർജുനന്റെ അമ്മ പറഞ്ഞൊരു വാക്കുണ്ട്, ഇവിടുത്തെ പട്ടാളക്കാര് കോമാളി വേഷം കെട്ടി നടക്കുകയാണെന്നുള്ളത്. അത് നമ്മൾ കണ്ടതാണ്. ഇവിടുത്തെ പട്ടാളക്കാര് എന്ത് പരിപാടി, ഞങ്ങളൊക്കെ പട്ടാളക്കാരാണ്, ഞങ്ങളൊക്കെ പാരമ്പര്യമായിട്ട്, എന്റെ അച്ഛൻ പട്ടാളത്തിലായിരുന്നു, എന്റെ വീട്ടിലെ പട്ടാളക്കാരുടെ പാരമ്പര്യമുണ്ട് ഞങ്ങൾക്ക്. അന്നത്തെ പട്ടാളക്കാരൊക്കെ ഗംഭീരന്മാരായിരുന്നു, ഇപ്പോഴത്തെ പട്ടാളക്കാരൊക്കെ വെറും കോമാളി വേഷങ്ങൾ കെട്ടി നടക്കുന്ന ആൾക്കാരാണെന്ന് അവരുടെ അമ്മ പറഞ്ഞതായിട്ട് നമുക്ക് കണ്ടു. പക്ഷേ അപ്പൊ പറഞ്ഞ ആ സിറ്റുവേഷൻ, അതായത് അവരുടെ സിറ്റുവേഷൻ, ഒരു മകനെ നഷ്ടപ്പെട്ട ഒരു അമ്മയാണ് അവര്. നമുക്ക് അങ്ങനെ ചിന്തിക്കാം. അവരിനിയിപ്പോ ഏതൊക്കെ തരത്തിൽ അവരുടെ ഉള്ളിലുള്ള എന്തൊക്കെ വൈകാരികമായ ചിന്തകളെ കൊണ്ടാണ് അവരങ്ങനെ പറഞ്ഞതെന്നുണ്ടെങ്കിലും നമുക്ക് തൽക്കാലം അവർക്ക് മാപ്പ് കൊടുക്കാം. കാരണം ഈ പറയുന്ന സൈനികരൊക്കെ ഒരു നിമിഷം മാറി നിന്ന് കഴിഞ്ഞാൽ നമ്മൾ ആരും നമ്മുടെ വീട്ടിൽ സമാധാനമായിട്ട് കിടന്നുറങ്ങില്ല എന്നുള്ളത് നമ്മുടെ നാട്ടിലെന്നല്ല ഈ ഇന്ത്യ മഹാരാജ്യത്തുള്ള സർവമാന മനുഷ്യർക്കും അറിയാം. ഒരു നിമിഷം പട്ടാളക്കാരൊന്ന് മാറി നിന്ന് കഴിഞ്ഞാൽ നമ്മുടെ അവസ്ഥ എന്താണെന്നുള്ളത് ഈ എല്ലാവർക്കും, അതായത് മൂക്ക് കിഴിപ്പിട്ടുള്ള എല്ലാ മനുഷ്യർക്കും അറിയാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. ചിന്തിച്ചാൽ മനസ്സിലാവും. ജസ്റ്റ് കോമൺ സെൻസ് മാത്രം മതി. അപ്പൊ അങ്ങനെയുള്ള ഒരു സമയത്താണ് അമ്മ പറഞ്ഞത് പട്ടാളക്കാർ മുഴുവനും ഒരുതരം കോമാളി വേഷം കെട്ടിയിട്ടുള്ള ആൾക്കാരാണെന്നുള്ളത് അമ്മ പറഞ്ഞത്. പക്ഷെ അവരുടെ മറ്റൊരു ഭാഗം കൂടി നമ്മൾ ചിന്തിക്കണം. ഒരു മകൻ നഷ്ടപ്പെട്ട്, അപ്പൊ അവരിപ്പോ ഈ കഴിഞ്ഞ ദിവസം കൊടുത്ത അഭിമുഖത്തിൽ ഞാൻ കണ്ടു, അവർ പറയുന്നത് അവരുടെ മകനും അവരുടെ മകളും മറ്റുള്ളവരും എല്ലാവരും കൂടിയിട്ട് ഒരു കുടുംബത്തെ വളരെ സ്വരുമയോട് കൂടിയിട്ട് ജീവിക്കുന്ന ഒരു ഫാമിലിയാണ്. ഒരാൾ ചിന്തിക്കുന്നത് എന്താണെന്ന് മറ്റൊരാൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന അത്രത്തോളം അന്തർധാരയുള്ള നല്ലൊരു കുടുംബമായിട്ട് ജീവിക്കുന്ന ഒരു കുടുംബമാണ് അവരുടെ. അപ്പൊ അവർക്ക് അവരുടെ മകൻ നഷ്ടപ്പെടുമ്പോ, അതായത് പുത്രദുഃഖം ദിനേ ദിനേ എന്നാണ് പറയുന്നത്. പുത്രദുഃഖം എന്ന് പറഞ്ഞാൽ മക്കള് നഷ്ടപ്പെട്ടു പോവാന്ന് പറഞ്ഞാല് അത് അവസാന കാലം വരേക്കും ഒരു മാതാപിതാക്കൾക്കും അങ്ങനെ ഒരു ഗതി വരുത്താതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. ആ മക്കള് നഷ്ടപ്പെടുക എന്ന് പറഞ്ഞത് അത് ചങ്കിൽ കുത്തുന്ന രീതിയിലുള്ള ഒരു അവസ്ഥയാണത്. അച്ഛനും അമ്മയും പ്രായമായിട്ട് മരിക്കുക എന്നുള്ളത് പോലെയല്ല. മക്കള് നഷ്ടപ്പെട്ടു പോകുമ്പോ പുത്രദുഃഖം ദിനേ ദിനേ എന്ന് പറയുമ്പോൾ അവർക്കത് ഒരിക്കലും മറക്കാൻ പറ്റാത്ത, സഹിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥ, അങ്ങനത്തെ ഒരു മനോവ്യതയിൽ നിന്ന് വന്നതാണ് ആ വാക്കുകൾ എന്ന് വേണമെങ്കിൽ നമുക്ക് മാപ്പ് കൊടുക്കാം എന്ന് ഞാൻ അങ്ങനെ ചിന്തിക്കുന്നു. അപ്പൊ ആ അമ്മ പറഞ്ഞതിനെ ഞാൻ ഇങ്ങനെ പറയുന്നു. അമ്മ പറഞ്ഞത് അങ്ങേയറ്റത്തെ തെറ്റാണ്. അങ്ങനെ ഒരിക്കലും അവർ പറയാൻ പാടില്ലാത്തതായിരുന്നു. അവരങ്ങനെ പറഞ്ഞു കഴിഞ്ഞു. പക്ഷെ അവരുടെ സിറ്റുവേഷനും കൂടി നമുക്ക് കണക്കിലെടുത്തിട്ട് നമുക്ക് അവർക്ക് മാപ്പ് കൊടുക്കാം. ഓക്കെ, അത് തെറ്റാണെന്നോ അല്ലെങ്കിൽ അത് മര്യാദയാണെന്നോ ഒരിക്കലും ഞാൻ പറയില്ല. കാരണം ഞാൻ നമ്മുടെ നാടിനെ സേവിക്കുന്ന എല്ലാ പട്ടാളക്കാരും
ആ പട്ടാളക്കാർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ എന്റെ ജീവിതത്തിൽ ഞാൻ ഒരു പ്രാർത്ഥന എന്ന് പറയുന്ന ഒരു സമയം മാറ്റി വെക്കുന്നുണ്ടെങ്കിൽ അതിൽ ഒരു മിനിറ്റെങ്കിലും ഒരു സെക്കൻഡെങ്കിലും ഞാൻ ഈ ഇന്ത്യൻ പട്ടാളത്തെ കുറിച്ച് ഞാൻ ഓർക്കാത്ത ദിവസങ്ങളില്ല, അല്ലെങ്കിൽ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാത്തൊരു സമയങ്ങളില്ല. കാരണം അവരാണ് നമ്മുടെ നട്ടെല്ല്. ഇന്ത്യൻ പട്ടാളമാണ്, ഇന്ത്യൻ ആർമി തന്നെയാണ് നമ്മുടെ നട്ടെല്ല്, ഭാരതത്തിന്റെ നട്ടെല്ല് അവർ തന്നെയാണ്. അവരില്ലെങ്കിൽ നമ്മളില്ല. ഓക്കെ, അപ്പോ അവരുടെ അമ്മയുടെ ആ വാക്കുകൾ ഞാൻ അങ്ങനെ കാണുന്നു. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഇവിടുന്ന് അങ്ങോട്ട് ബോഡി കണ്ടെടുക്കുന്നു. എത്രയോ ദിവസങ്ങളായിട്ട് എത്രയോ മനുഷ്യരുടെ, അതായത് കേന്ദ്രസേന, മുങ്ങൽ വിദഗ്ധര്, അതുപോലെ കർണാടക സർക്കാര്, നമ്മുടെ സർക്കാര് എല്ലാവരും കൂടിയിട്ട് ഒത്തൊരുമയോട് കൂടിയിട്ട് ആ നാട്ടിലെ നന്മയുള്ള ജനങ്ങള്, അതായത് ഈ ഒരു സംരംഭത്തിൽ ആരൊക്കെയാണോ ഇൻവോൾവ് ആയത് അവർക്ക് എല്ലാവരും ആ പറയുന്ന അത്രയും കുട്ടിക്കുഞ്ഞ് ആബാല വൃദ്ധം മനുഷ്യരുടെ കഷ്ടപ്പാട് കൊണ്ടാണ് അർജുൻ എന്ന് പറയുന്ന ആ മനുഷ്യന്റെ ബോഡിയും ആ ലോറിയും അതിൽ നിന്ന് ഗംഗാവലി പുഴയിൽ നിന്നിട്ട് പുറത്തേക്കെടുത്തത്. അത്രയും ഇത്രയും മനുഷ്യരുടെ പ്രയത്നഫലമായിട്ട് പുറത്തേക്കെടുത്ത ഒരു ലോറി കരയ്ക്ക് നിന്നിരുന്ന, ഞാൻ പറഞ്ഞ മനാഫ് പിന്നെ എന്താ പറയാ നല്ലവനെന്നോ കെട്ടവനെന്നോ അല്ല ഞാൻ പറയുന്നത്, ഇത്രയും ആൾക്കാരുടെ ശ്രമഫലമായിട്ട് 76 ദിവസമോ 78 ദിവസമോ മറ്റോ നീണ്ടു നിന്ന അത്രയും ദിവസത്തെ കഷ്ടപ്പാടിനൊടുവില് ആ ബോഡി പുറത്തേക്ക് കയറ്റി എടുക്കുന്ന സമയത്ത് 2 തുള്ളി മുതലക്കണ്ണീര് വീണപ്പോഴ് അയാളുടെ കണ്ണുനീര് വന്നത് ഏത് തരത്തിലുള്ള വികാരം കൊണ്ടാണെന്ന് എനിക്കറിയാം, നമുക്ക് ആർക്കും അറിയില്ല. അതായത് വെള്ളത്തിൽ കിടക്കുന്ന തവള വെള്ളം കുടിച്ചിട്ടാണോ കുടിക്കാണ്ടാണോ കിടക്കുന്നതെന്ന് അറിയില്ലെന്ന് പറഞ്ഞ പോലെ മനാഫ് കണ്ണീരൊഴുക്കിയത് തിരിച്ചു കിട്ടിയ ലോറിയുടെ സന്തോഷത്തിലാണോ, അതോ മരിച്ചുപോയ കൂട്ടുകാരന്റെ ദുഃഖത്തിലാണോ, അതോ അയാളുടെ മനസ്സിൽ മറ്റെന്തെങ്കിലും വികാരവിക്ഷോഭങ്ങൾ നടന്നിരുന്നോ എന്നുള്ളതൊന്നും നമുക്ക് ആർക്കും അറിയില്ല. അത് അയാൾക്ക് മാത്രം അറിയുന്ന കേസാണ്, അയാൾക്ക് മാത്രം അറിയുന്ന കാര്യമാണ്. ശരി, ദെൻ ഓക്കെ, നമുക്ക് നല്ലതായിട്ട് ചിന്തിക്കാം. മനാഫ് കൂട്ടുകാരൻ മരിച്ചു, കൂട്ടുകാരന്റെ ബോഡി കിട്ടിയതിലാണ് മനാഫിന് കരച്ചിൽ വന്നത്. ശരി, ആ 2 തുള്ളി മുതലക്കണ്ണീരിന് ഈ കരയ്ക്ക് നിന്നിട്ട് കാഴ്ച കണ്ട, വെറും കരയ്ക്ക് നിന്ന് കാഴ്ച കണ്ട മനാഫിന്റെ 2 തുള്ളി കണ്ണീരിന് ഈ ലോകം മുഴുവനും പരത്തിക്കൊണ്ട് സ്പ്രെഡ് ആക്കിക്കൊണ്ട് ഇത്രയും വലിയ ഒരു PR വർക്ക് ചെയ്തുകൊണ്ട് ഇയാളെ വലിപ്പമാക്കി കൊണ്ടുവരാനായിട്ട് ആരായിരുന്നു ഇതിന്റെ പുറകില്? നിങ്ങൾക്ക് തോന്നിയോ ഇത് എന്തെങ്കിലും ഒരു തരത്തിലുള്ള എന്താ പറയാ ഒരു 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 വല്ലാത്തൊരു PR വർക്ക്, അല്ലെങ്കിൽ അതിങ്ങനെ മുഴപ്പിച്ച് കാണിക്കാൻ, അതായത് അതിനെ തള്ളി വലുതാക്കി കാണിക്കാനായിട്ട് കാണിക്കുന്ന ഒരു ഛേദോ വികാരം എന്താണ്? ഇതിനു മുമ്പ് നമ്മുടെ നാട്ടില് ഓരോ തരത്തിലുള്ള ഈ സംഗതികൾ വരുന്നത് ആദ്യമായിട്ടാണോ? ഇതുപോലൊരു അപകടങ്ങൾ വരുന്നതോ അല്ലെങ്കിൽ പ്രകൃതി ദുരന്തങ്ങൾ സംഭവിക്കുന്നത്, ഒരു കൊറോണ നമ്മുടെ നാട്ടിൽ വന്ന ഒരുപാട് വലിയ കാര്യങ്ങളാണ്. അതിനു മുമ്പ് നമുക്ക് 2 പ്രാവശ്യം ഫ്ലഡ് വന്നതാണ്. ആ ഫ്ലഡ് വന്ന സമയത്താണെങ്കിലും ഇതുപോലുള്ള സമയത്താണെങ്കിലും ഓരോരോ നന്മമരങ്ങളെ ക്രിയേറ്റ് ചെയ്ത് കൊണ്ടുവരുന്നത് എന്തിന്റെ അടിസ്ഥാനമാണ്? ഞാൻ നിങ്ങളോട് നല്ല രീതിയിൽ സമാധാനപരമായ ഭാഷയിലെ ഇപ്പൊ എന്നെ ഫേസ്ബുക്കിൽ വന്ന് തെറി വിളിച്ച ആൾക്കാരോടും കൂടിയിട്ടാണ് ഞാനതിന്റെ വൈകാരികമായ ഒരു സൈഡ് ഒരു കമന്റ് ആയിട്ട് ഇട്ടപ്പോൾ എന്നെ വിളിക്കാനും എന്റെ വീട്ടുകാരെ വിളിക്കാനും തെറി ഇനി ബാക്കിയില്ല. ഒരു പ്രത്യേക മതക്കാര് വന്നിട്ട് എന്നെ വളരെ, അതായത് ഒരു സ്ത്രീയാണെന്നുള്ള പരിഗണന പോലും തരാതെ കേട്ടാൽ അറയ്ക്കുന്ന ഭാഷയിലുള്ള തെറികൾ വിളിക്കാനായിട്ട് ഇവരെ ഞാൻ കണ്ടിട്ട് പോലുമില്ല. നമ്മുടെ ഈ ഫേസ്ബുക്ക് എന്ന് പറയുന്ന സംഗതിയിൽ നമ്മൾ പരസ്പരം കാണാത്ത ഒരുപാട് പേരാണ്, എവിടേക്കോ ഇരിക്കുന്ന ഒരുപാട് പേരാണ്. അങ്ങനെയുള്ളവരെല്ലാവരും കൂടിയതാണ് ഒരു ഫേസ്ബുക്ക്. ഈ മുഖപുസ്തകത്തില് നമ്മൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കാണാത്ത നമ്മള് ഒരാളെ വന്നിട്ട് പച്ചത്തെറി വിളിക്കാനായിട്ട് ഇവർക്ക് ആരാണ് ഈ അധികാരം കൊടുത്തത്? അതും ഒരു പ്രത്യേക വിഭാഗക്കാരാണ് വന്ന് ചെയ്യുന്നത്. എന്തിന്റെ അടിസ്ഥാനത്തിലാ? ഞാൻ എന്റെ ചിന്താഗതിയില്ലേ ഞാൻ പറയുന്നത്, ഞാൻ അനാവശ്യം പറയുന്നില്ല, ഞാൻ ഒരു തോന്നിവാസം പറയുന്നില്ല, ഞാൻ എന്റെ മനസ്സിൽ തോന്നിയ ഒരു കാര്യമാണ് ഞാൻ പങ്കുവെക്കുന്നത്. അതിനുള്ള അധികാരം, അതിനുള്ള അവകാശം ഇന്ത്യൻ ഭരണഘടന എനിക്ക് തരുന്നുണ്ട്, ഇല്ലേ? അപ്പൊ അതുപോലെ ഞാൻ പറഞ്ഞ കാര്യങ്ങളെ ഖണ്ഡിക്കാൻ പറ്റുന്നവർക്ക് ഖണ്ഡിക്കാം, അല്ലാത്തവർക്ക് അതിൻ്റെതായ രീതിയിൽ തിരിച്ചു പറയാം. അതിന്റെ അപ്പുറത്തേക്ക് പച്ച തെറി വിളിക്കാനും എന്റെ കുടുംബത്തിരിക്കുന്ന എന്റെ മരിച്ചുപോയ അച്ഛനെയും എന്റെ ജീവിച്ചിരിക്കുന്ന അമ്മയെയും എന്റെ കുടുംബക്കാരെയും മൊത്തം വലിച്ചഴിച്ച് പറയാനായിട്ട് ഞാൻ എന്ത് തെറ്റാണ് ചെയ്തത്? എനിക്ക് മനസ്സിലാവുന്നില്ല. അത് പറയുന്നവർ, തെറി വിളിക്കുന്നവർ ആരാണെന്ന് മനസ്സിലാവുന്നുണ്ടോ? ഒരു പ്രത്യേക മതക്കാരാണ് വന്ന് തെറി വിളിക്കുന്നത്. ആ പേര് നോക്കിയാൽ അപ്പം മനസ്സിലാവും. ഭയങ്കര കണ്ണിങ് ആണ്. അതായത് ന്യായമായിട്ടോ അന്യായമായിട്ടോ ഏതോ തരത്തിൽ നമ്മളൊരു വാക്ക് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ അങ്ങ് അറഞ്ചം പുറഞ്ഞ് തെറി വിളിച്ചിട്ട്, ഒരു സ്ത്രീ ആണെങ്കിൽ പിന്നെ പറയണ്ട, അവർക്ക് പറയുന്ന പച്ചത്തെറികൾ എന്ന് പറഞ്ഞാൽ ഞാൻ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ട് എന്നെ വിളിച്ച തെറികള്. ഇതിന് മാത്രം ഞാൻ എന്ത് തെറ്റാ ചെയ്തത്? നമ്മള് ഒരു അഭിപ്രായം പറയാൻ അഭിപ്രായ സ്വാതന്ത്ര്യം ഇല്ലേ ഈ നാട്ടില്? പറയാൻ പാടില്ലേ?
അതോ പറയുമ്പോഴേക്കും അവനെ മുഖമടച്ച് അടിക്കുന്ന രീതിയിലുള്ള സംഗതികളുടെ ഒരു 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 ശൃംഖല തന്നെ, ഒരു ഗ്യാങ് തന്നെ ഇവിടെ നമുക്ക് ചുറ്റും പിന്നെ കൂടിയിട്ടുണ്ട്. ഇത് ഭയങ്കരമായൊരു ആക്രമണമാണ് ശരിക്കും സോഷ്യൽ മീഡിയയിൽ. വല്ലാത്തൊരു ആക്രമണം. കാരണം നമുക്ക് എത്ര പേരുടെ പേരിൽ കേസ് കൊടുക്കാൻ പറ്റും? കേസ് കൊടുത്തിട്ട് എന്ത് കാര്യം? ആരോടാ കേസ് കൊടുക്കേണ്ടത്? എവിടേക്കാണ് പോകുന്നത്? നമ്മുടെ ഈ മനുഷ്യൻ എന്ന് പറയുന്ന ഈ സമൂഹ ജീവി, ഈ പ്രാകൃത സ്വഭാവം കൊണ്ട് ഒരു പ്രത്യേക മതത്തിൽപ്പെട്ട ഈ മനുഷ്യര്, ഈ പ്രാകൃത മതക്കാര്, ഇവരെവിടേക്കാണ് ഈ പോകുന്നത്? നമുക്ക് ആർക്കും നമ്മുടെ മതം പൊക്കി പിടിക്കേണ്ട ആവശ്യമില്ല. പക്ഷെ ഇവിടെ എന്തെങ്കിലും ഒരു ചെറിയ കാര്യം സംഭവിച്ചാൽ അതൊരു പ്രത്യേക മതത്തിലുള്ളവനാണെങ്കിൽ അവന്റെ മതമാണ് ആദ്യം പൊക്കി പിടിക്കുന്നത്. അയ്യോ, അവനെ ആ മതത്തിൽപ്പെട്ടത് കൊണ്ടാണ്. അതായത് ചെറുതായിട്ട് ഇപ്പൊ ഇത്രയും കാലം നമ്മൾ പറഞ്ഞിരുന്നു ഇവര് ന്യൂനപക്ഷ മതമാണ്, ന്യൂനപക്ഷക്കാരാണെന്ന് പറഞ്ഞിരുന്നു. ഇപ്പൊ ന്യൂനപക്ഷമല്ലെന്ന് അവര് തന്നെ സമ്മതിക്കുന്നുണ്ട്. ഇപ്പൊ ന്യൂനപക്ഷമൊന്നുമല്ല, ഇപ്പൊ ഭൂരിപക്ഷമായി. ഈ ഭൂരിപക്ഷമായിട്ടും ഒരു പ്രശ്നം വരുമ്പോൾ അയ്യോ, ഞാൻ ആ മതത്തിൽപ്പെട്ടവനാണ്, എന്റെ മതമാണ് നിങ്ങളുടെ പ്രശ്നം. നിങ്ങൾക്ക് അവന്റെ മതമാണോ പ്രശ്നം? മനാഫിന്റെ മതമാണോ നിങ്ങൾക്ക് പ്രശ്നം? മനാഫിന്റെ മതവുമല്ല കൊതവുമല്ല. നമുക്ക് മനാഫിന്റെ മതവും കൊതവും ഒന്നും ഒരു പ്രശ്നമല്ല. മിണ്ടാതിരിക്കുമ്പോ നമ്മൾ ഓരോരുത്തരും ഈ ഭൂമിയിൽ പറയുന്നത് ഒരു കാര്യങ്ങളെ കുറിച്ച് കാണുമ്പോൾ അതിന്റെ അഭിപ്രായങ്ങൾ പങ്കുവെക്കുന്നു എന്നുള്ളതിന്റെ അതിലെന്തിനാ മതം വലിച്ചഴക്കുന്നത്? മതം എന്തിനാ വലിച്ചഴക്കുന്നത്? അപ്പൊ മതത്തിന്റെ മറ പറ്റി മതത്തിന്റെ കുപ്പായം എടുത്തണിഞ്ഞുകൊണ്ട് ആ മതത്തിന്റെ പേരും പറഞ്ഞിട്ട് വൈകാരികമായ രീതിയിലുള്ള മനുഷ്യരുടെ അതിൽ ഏറ്റവും കൂടുതൽ മുൻപന്തിയിൽ നിൽക്കുന്നത് ഈ ഹിന്ദു വർഗമാണ്. ഈ ഹിന്ദു വർഗമാണ്. ഇന്ന് എന്റെ പോസ്റ്റിന്റെ അടിയിൽ വന്നിട്ട് നിങ്ങളൊരു സ്ത്രീയാണോ, നിങ്ങൾക്ക് എങ്ങനെ ഇങ്ങനെയൊക്കെ പറയാൻ സാധിക്കുന്നു എന്ന്. ഞാൻ എന്താ പറഞ്ഞത്? ഒരു മനുഷ്യൻ മരിച്ചു, ആ മനുഷ്യൻ മരിച്ചിട്ട് ആ അർജുൻ മാത്രമേ മരിച്ചുള്ളൂ. അർജുൻ എന്ന് പറയുന്ന വ്യക്തി മാത്രമേ മരണപ്പെട്ടിട്ടുള്ളൂ. അർജുന്റെ അമ്മ, അർജുന്റെ സഹോദരി, അവരുടെ അച്ഛൻ, അവരുടെ അളിയൻ, അവരുടെ കുടുംബം, അവരുടെ അനിയൻ, ആരൊക്കെയോ ഉണ്ട്, അവരെല്ലാം ജീവിച്ചിരിപ്പുണ്ട്. അർജുൻ മാത്രമേ മരണപ്പെട്ടിട്ടുള്ളൂ. അപ്പൊ പിന്നെ ആ അർജുന്റെ വീട്ടിലേക്ക് കയറിയിട്ട്, അതായത് ഓരോ വീടിന്റെയും മുൻവശത്ത് നമുക്ക് കാണാൻ പറ്റാത്ത ഒരു രേഖയുണ്ട്. ഓരോ വീടിന്റെയും മുൻവശത്ത് ഒരു പരിധി കഴിഞ്ഞാൽ നമുക്ക് ആർക്കും കാണാൻ പറ്റാത്ത ഒരു രേഖയുണ്ട്. ആ രേഖ മുറിച്ച് നമ്മൾ അപ്പുറത്തോട്ട് കടക്കാൻ പാടില്ല. അത് ആ കുടുംബത്തിന്റെ പ്രൈവസിയാണ്. അപ്പൊ ആ കുടുംബത്തിന്റെ പ്രൈവസിയിൽ കയറിയിട്ട് ഞാൻ ചോദിക്കണേ, ആ കുടുംബം അടച്ചെല്ലാം നഷ്ടപ്പെട്ടു, ആ ഒരു കൊച്ചു മാത്രമേ ജീവിച്ചുള്ളൂ, അർജുനന്റെ കൊച്ചു മാത്രമേ ജീവിച്ചുള്ളൂ, ബാക്കി കുടുംബക്കാർ മൊത്തം പോയി. അതുകൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞെന്നുണ്ടെങ്കിൽ പിന്നെയും നമുക്കത് അക്സെപ്റ്റ് ചെയ്യാം. അർജുനന്റെ കുട്ടിക്ക് 3 കുട്ടികളാ, ഇനി ഓന്റെ കുട്ടിയും കൂടി എന്റെ 4ാമത്തെ കുട്ടിയായിട്ട് ഞാൻ വളർത്തും. ഇതെല്ലാം സഹതാപം നേടിയെടുക്കാനല്ല എന്നല്ലാതെ ഇതിന് നിങ്ങൾക്ക് ആർക്കെങ്കിലും എതിരഭിപ്രായം ഉണ്ടെങ്കിൽ നിങ്ങൾ പറ. ഇപ്പൊ ഒരുപാട് പേര് ഈ ലൈവിലുണ്ടല്ലോ. നിങ്ങളോട് ഞാൻ ചോദിക്കുകയാണ്, ഈ അർജുനന്റെ മകനെ ഞാൻ എന്റെ മകനെ പോലെ വളർത്തുന്നു. എന്തിനാണ്? അർജുനന്റെ കുട്ടിക്ക് എന്താ വേറെ ആരും ഇല്ലേ? അർജുനന്റെ ഭാര്യ മരിച്ചിട്ടില്ലല്ലോ, കുട്ടിയുടെ അമ്മ ജീവിച്ചിരിപ്പുണ്ടല്ലോ, കുട്ടിയുടെ അമ്മൂമ്മ ജീവിച്ചിരിപ്പുണ്ടല്ലോ, കുട്ടിയുടെ അമ്മാവൻ ജീവിച്ചിരിപ്പുണ്ടല്ലോ. പിന്നെ ഈ മനാഫ് എന്ന് പറയുന്നവൻ എന്തിനാണ്? അത് അവന്റെ മനസാക്ഷി ഇത്രയ്ക്കും വിശാലമാണോ? ആരോരുമില്ലാത്ത അനാഥനാണോ അർജുനന്റെ കുട്ടി? അർജുനന്റെ ഭാര്യയ്ക്ക് കേരള സർക്കാർ, നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിൽ കേരള സർക്കാർ അദ്ദേഹത്തിന് അവർക്ക് ജോലി കൊടുത്തു, അവർ ജോലിയിൽ പ്രവേശിച്ചു. ഇനി അവരുടെ കുടുംബം സുഖമായി. പിന്നെ അത് മാത്രമല്ല, അവര് കുടുംബക്കാർ പറയുന്നത് ഞങ്ങൾക്ക് ആരുടെയും പിന്നെ ഇതേപോലത്തെ സഹതാപതരംഗമായിട്ടുള്ള വർത്തമാനങ്ങൾ കേൾക്കേണ്ട ആവശ്യമില്ല, ഞങ്ങൾ അങ്ങനത്തെ ഒരു കുടുംബമല്ല, ഞങ്ങൾക്ക് ജീവിക്കാൻ അത്യാവശ്യം സമാധാനവും സന്തോഷവും കഴിവുമുള്ള ഫാമിലിയാണ്. പിന്നെ എന്തിനാണ് ആ കുടുംബത്തെ കയറിയിട്ട് ഇങ്ങനെ ചൊറിഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നാണ് എന്റെ ചോദ്യം. ഈ മനാഫ് എന്ന് പറയുന്നവൻ നാട്ടിൽ നടക്കുന്ന സർവമാന എന്താ പറയാ, കുട്ടികൾ നഷ്ടപ്പെട്ട, അച്ഛന്മാര് നഷ്ടപ്പെട്ട കുട്ടികളെ ദത്തെടുക്കുന്ന ആളാണോ? നമ്മൾ ഓരോ കാര്യങ്ങൾ പറയുമ്പോൾ നമ്മളൊരു ബോധത്തോട് കൂടിയിട്ട് തെറ്റ് ഏതാണ് ശരി എന്താണെന്ന് പറയണ്ടേ? മനാഫിന് വേണമെങ്കിൽ പറയാം അർജുനൻ മരിച്ചു, അർജുനന് എല്ലാ തരത്തിലുള്ള ആദരാഞ്ജലികളും, അവന്റെ കുടുംബത്തിന് ഇനി എന്റെ വക എല്ലാ സപ്പോർട്ടും ഉണ്ടാവും എന്ന് പറയാം മാക്സിമം. അല്ലാതെ ഞാനിനി നാളെ തൊട്ട് അവന്റെ കുട്ടീനെ നോക്കാൻ പോവുകയാണ്, എന്റെ കുട്ടീനെ ഞാൻ അവന്റെ 4ാമത്തെ കുട്ടിയായിട്ട് വളർത്തും, പിന്നെ ഞാന് പിന്നെ എന്താ പറയാ അതിനിടയ്ക്ക് ബൈക്ക് കാണിച്ചു കൊടുത്തു എന്ന് പറയണു. ഈ പറയുന്ന അർജുന്റെ ഒരു ബൈക്ക് അവിടെ ഇരുന്നിരുന്നു, അത് യൂട്യൂബർക്ക് കാണിച്ചു കൊടുത്തു. അപ്പൊ ഈ മനാഫ് തന്നെയാ പറയുന്നത്, എന്ത് ഞാൻ അവന്റെ ബൈക്കല്ലേ കാണിച്ചു കൊടുത്തുള്ളൂ, അവന്റെ ഷെഡൊന്നും കാണിച്ചു കൊടുത്തില്ലല്ലോ. ഇയാള് ചോദിക്കുന്നതാണ്. ഒരു മരിച്ചുപോയ കൂട്ടുകാരനെ കുറിച്ചിട്ട് ആത്മാർത്ഥ കൂട്ടുകാരൻ മുതലക്കണ്ണീർ ഒഴുക്കിയവൻ പറയുന്നതാണ്, ഞാൻ അവന്റെ ബൈക്കല്ലേ കാണിച്ചു കൊടുത്തുള്ളൂ, ഷഡ്ഡിയൊന്നും കാണിച്ചു കൊടുത്തില്ലല്ലോ എന്ന്. എന്ത് ചോദ്യമാണിത്? എത്ര വൈകൃതമാണിത്? അത് പറയുന്നതിനൊന്നും ഇവിടേക്ക് യാതൊരു തരത്തിലുള്ള ബുദ്ധിമുട്ടും ഇല്ല. നിങ്ങൾ ഓർക്കുന്നുണ്ടോ എന്നുള്ളത് എനിക്കറിയില്ല. ഒരു 10-30 കോടി പിരിച്ചിട്ട് ഗൾഫിലുണ്ടായിരുന്ന ഒരു മുസ്ലിം നാമധാരിയാണ്, എനിക്ക് പേര് ഓർമ്മയില്ല,
അദ്ദേഹത്തിന് വേണ്ടിയിട്ട് ജയിലിൽ കിടക്കുന്ന ഒരുത്തിന് വേണ്ടിയിട്ട് ഇവിടെ ബോച്ചയുടെ നേതൃത്വത്തിൽ 30-35 കോടി പിരിച്ചിരുന്നു. അത് ഇതേപോലെ പ്രത്യേക മതത്തിൽപ്പെട്ടവനായിരുന്നു. ആ കോടി എവിടെ, അവനെവിടെ, ആളെവിടെ, എന്തോ അറിയാൻ പാടില്ല. അപ്പോ ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വെക്കുന്നത്, ഈ ജയിലിൽ കിടന്നിരുന്ന ഒരുത്തൻ, അത് അയാളുടെ കൈ അബദ്ധം കൊണ്ട് ഒരു കൊച്ചു മരണപ്പെട്ടു. ആ കൊച്ചു മരണപ്പെട്ടിട്ടാണ് അയാൾ ജയിലിലായത്. അപ്പൊ അയാളെ അവിടെ കൊലയ്ക്ക് കൊടുക്കാൻ പാടില്ല, അയാളെ അവിടുന്ന് മോചിപ്പിക്കണം എന്ന് പറഞ്ഞിട്ടാണ് ഇവിടെ 30-35 കോടി നമ്മുടെ ബോച്ചയും ടീമും പിരിച്ചത്. ആ പിരിച്ചിട്ട് ആ ബോച്ചെ ഇയാളെ കൊടുത്തോ, ഇയാളെ തിരിച്ചെടുത്തോ, ഇയാൾ തിരിച്ചു വന്നതൊന്നും അറിയില്ല. ആ പറയുന്ന ആ ജയിലിൽ കിടന്നിരുന്ന അവന്റെ പേര് നോക്കിയാൽ മനസ്സിലാവും ഒരു പ്രത്യേക വിഭാഗമാണ്. അതിന് പകരം ഒരു ഹിന്ദു നാമധാരി ആ സമയത്ത് തന്നെ ഒരു നേഴ്സ് ജയിലിൽ പോയിട്ട് അവരെ രക്ഷിക്കാനായിട്ട്, പൈസയ്ക്ക് പിരിക്കാനായിട്ട് ഒരു പട്ടിക്കാളി തിരിഞ്ഞു നോക്കിയതായിട്ട് എനിക്കറിയില്ല. നിങ്ങൾ കണ്ടായിരുന്നോ? അതേ സെയിം ആ സമയത്ത് വന്നതാണ്, നടന്നില്ല. ഇനി ഇതിനു മുമ്പ് ഞാൻ നിങ്ങളെ വേറൊരു കഥ ഓർമ്മിപ്പിക്കാം. ഒരു ഹനാൻ ഉണ്ടായിരുന്നു, ഒരു പെങ്കൊച്ച്, ഒരു ഹനാൻ. ഈ ഹനാൻ വഴിവക്കിൽ മീൻ വിറ്റിട്ട്, ഹനാന്റെ മീൻ കച്ചവടവും വഴിവക്കിൽ മീൻ വിൽക്കുന്നതും കണ്ടിട്ട് നമ്മുടെ മുഖ്യമന്ത്രിയും നമ്മുടെ പൗഡർ കുട്ടപ്പനും മുഖ്യമന്ത്രിയും മകളായിട്ട് ദത്തെടുത്തിട്ട് നീ മീൻ വിൽക്കാനൊന്നും വേണ്ട, നീ ഞങ്ങളുടെ മകളാണ് എന്നൊക്കെ പറഞ്ഞിട്ട് കൊണ്ടു നടന്നിരുന്ന ഒരു ഹനാൻ ഉണ്ടായിരുന്നു. മീൻ വിൽക്കാനായിട്ട് വന്നിരുന്ന ഒരു ഹനാൻ. ഹനാന്റെ പേരെന്താ? ഹനാൻ എന്നാണ്. അതാണ്. അപ്പൊ ഈ ഹനാന് പകരം അതേ പ്രായത്തിലുള്ള ഒരുപാട് കുട്ടികള് പെട്രോൾ പമ്പിലും ഹോട്ടലുകളിലും വീടുകളിൽ ഉണ്ണിയപ്പം ഉണ്ടാക്കി കൊടുത്തിട്ടും പലഹാരം ഉണ്ടാക്കി കൊടുത്തിട്ടും പഠിക്കാൻ പൈസ ഇല്ലാണ്ടും, അതായത് അച്ഛനും അമ്മയും ഇല്ലാത്ത കുട്ടികളും, അങ്ങനെ ഒരുപാട് കുട്ടികള് ഒരു ഗതിയും പരഗതിയും ഇല്ലാതെ ഈ നാട്ടില് അലയുമ്പോൾ, അല്ലെങ്കിൽ ജീവിക്കാൻ മാർഗമില്ലാതെ ചിലപ്പോൾ ആത്മഹത്യ ചെയ്യുന്നുണ്ട്. അങ്ങനെ പല തരത്തിലുള്ള വിഷയങ്ങളും നമ്മുടെ കൺമുന്നിൽ കാണുന്നുണ്ട്. നമ്മൾ ആരും ശ്രദ്ധിക്കുന്നില്ല. നമ്മൾ ശ്രദ്ധിക്കും ആർക്ക് വേണ്ടിയിട്ട്? ഈ പ്രത്യേക മതക്കാർ വന്നാൽ നമ്മൾ ശ്രദ്ധിക്കും. അവർക്ക് വേണ്ടിയിട്ട് നമ്മൾ ഘോരം നമ്മുടെ കൂട്ടത്തിലുള്ളവർക്ക് തന്നെ നമ്മൾ തെറി വിളിക്കും. ഓ, നിങ്ങൾ മനുഷ്യനാണോ? നിങ്ങൾ മനുഷ്യ സ്ത്രീയാണോ? ഹേ, നിങ്ങൾക്ക് നാണമുണ്ടോ? ഹേ, നിങ്ങൾ മനുഷ്യ സ്ത്രീയാണോ? ഹേ, നിങ്ങൾക്ക് എങ്ങനെ പറയാൻ സാധിക്കുന്നു? സോ ഞാൻ എന്താണ് ഇതിന് മാത്രം ഞാൻ പറഞ്ഞത്? നിങ്ങളുടെ കുടുംബത്ത് വന്നിട്ട് നിങ്ങൾക്കൊരു പ്രശ്നം വരുമ്പോ നിങ്ങളുടെ കുടുംബത്തെ മൊത്തം ഞാൻ ഏറ്റെടുക്കാൻ പോവാണ്, ഞാൻ നോക്കാൻ പോവാണെന്ന് പറയേണ്ട ആവശ്യം എന്താണ്? അതിൽ തന്നെ ഇല്ലേ ഒരു യോജിക്കാത്ത ഒരു ട്വിസ്റ്റ്? അപ്പൊ ഇത് മുഴുവനും ഈ എന്താ പറയാ, ഈ പറയുന്ന ഓരോരുത്തരെ നേരെ ചൂണ്ടിയിട്ട് ഇങ്ങനെ പറയുന്ന ഈ വെല്ലുവിളികളും ഈ തരത്തിലുള്ള തോന്നിവാസങ്ങളും പറയാനൊന്നും ആർക്കും ഒരു അവകാശം കൊടുത്തിട്ടില്ല, അധികാരം കൊടുത്തിട്ടില്ല. അതിന്റെ ആവശ്യമില്ല. അത് കഴിഞ്ഞിട്ട് പിന്നെ പറയുന്നു, അവരുടെ വീട്ടുകാർ തന്നെ പറയുന്നു, ഒരു വാട്സാപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ട് അർജുന്റെ പേരിൽ പൈസ പിരിക്കണമെന്ന്. അതെന്തിനാ? അത് അവർക്ക് നാണക്കേടുണ്ടാക്കില്ലേ? ഇപ്പൊ നമ്മുടെ വീട്ടിൽ ഒരു മരണം നടന്നിരിക്കുകയാണെങ്കിൽ നമ്മുടെ മാനസികാവസ്ഥയും നമ്മളും ആ ഒരു മരണപ്പെട്ട വീടിന്റെ ഒരു മൂകത അവസ്ഥയിലേക്കായിരിക്കും നമ്മുടെ ജീവിതം. അപ്പൊ നമുക്ക് മറ്റുള്ള കാര്യങ്ങളെ കുറിച്ച് ചിന്തിക്കാനോ മറ്റുള്ള കാര്യങ്ങളെ കുറിച്ച് ശ്രദ്ധിക്കാനോ നമുക്ക് പറ്റിയെന്ന് വരില്ല. അത് കഴിഞ്ഞ് ആ മരണത്തിന്റെ ചടങ്ങുകളും മറ്റുള്ള കാര്യങ്ങളും സംസ്കാരവും എല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ ഫ്രീ ആവുമ്പോഴാണ് നമുക്ക് ചുറ്റും നടക്കുന്ന പല കാര്യങ്ങളും സോഷ്യൽ ആയിട്ടുള്ളതും നമ്മൾ മനസ്സിലാക്കുന്നതും കാണുന്നതും. അന്നേരം അവര് കാണുമ്പോ അവരുടെ പേരും പറഞ്ഞിട്ട്, അവരുടെ കുടുംബത്തിന്റെ പേരും പറഞ്ഞിട്ട് ഈ പൈസ വാട്സാപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ട് പൈസ പിരിക്കുക എന്ന് പറഞ്ഞാൽ അത് എത്ര നെറികെട്ട പരിപാടിയാണ്. അതിനാരാ അയാൾക്ക് അധികാരം കൊടുത്തത്? അവരോട് ചോദിച്ചിട്ടാണോ? അർജുനന്റെ കുടുംബം പറഞ്ഞിരുന്നോ ഞങ്ങൾക്ക് വാട്സാപ്പിൽ ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ടോ ഏതെങ്കിലും തരത്തിൽ കുറച്ച് പൈസ പിരിച്ചു താ ചേട്ടാ, അല്ലെങ്കിൽ കുറച്ച് പൈസ പിരിച്ചു താ മനാഫെ എന്ന് പറഞ്ഞിരുന്ന മനാഫിനോട്? മനാഫ് എന്തിനാണ് അർജുനന്റെ പേരിൽ പൈസ പിരിവ് നടത്തിയത്? സോറി, മനാഫ് എന്തിനാണ് അർജുനന്റെ പേരിൽ പൈസ പിരിവ് നടത്തിയത്? ആർക്കെങ്കിലും ഉത്തരണ്ടോ? മനാഫ് എന്തിനാണ് അവരുടെ കുട്ടിയെ ദത്തെടുക്കാനായിട്ട് ഞാൻ എന്റെ 4ാമത്തെ കുട്ടിയായിട്ട് വളർത്തുന്നു പറഞ്ഞത് എന്തിനാണ്? അപ്പൊ നാളെ ഇയാൾ എന്തൊക്കെ വിഡ്ഢിത്തരങ്ങൾ വിളിച്ചു പറയും സമൂഹത്തിന്റെ മുന്നില്? ഒരു പ്രത്യേക മതക്കാരനായതുകൊണ്ട് ആരും അയാളെ ശിക്ഷിക്കാനോ നോക്കാനോ അല്ലെങ്കിൽ ചോദ്യം ചെയ്യാനോ പാടില്ല എന്നാണോ പറയണത്? ഒരു പ്രത്യേക മതക്കാരനായതുകൊണ്ടാണോ നമ്മൾ പറയുന്നതെന്നാണോ പറയുന്നത്? അഥവാ എന്തെങ്കിലും തെറ്റ് ചെയ്തത് പറഞ്ഞു കഴിഞ്ഞാൽ മനാഫിന്റെ പേര് മനാഫ് ആയതുകൊണ്ടാണോ നിങ്ങൾ അങ്ങനെ പറയുന്നേ? ഞാൻ ചോദിക്കുന്നത്, മരണപ്പെട്ട അർജുനന് പകരം ഏതെങ്കിലും ഒരു മുസ്ലിം ഫാമിലി ആയിരുന്നെങ്കിൽ ഈ പറയുന്ന മനാഫും അവരുമായിട്ടുള്ള യാതൊരു തരത്തിലുള്ള കെമിസ്ട്രി ഇവിടെ വർക്കൗട്ട് ആവില്ല. ഇതിപ്പം അർജുനന്റെ ഫാമിലി ഒരു ഹിന്ദു ഫാമിലിയാണ്, ഇപ്പുറത്ത് മനാഫ് ഒരു മുസ്ലിമാണ്. അപ്പൊ മനാഫ് ഒരു പ്രത്യേക മതക്കാരനായതുകൊണ്ടാണ് ഈ കിടന്ന് കാണിച്ച, അതായത് ചാനലുകാരടക്കം നമ്മൾ പിന്നെ പണ്ടേ ഈ പറയുന്ന വർഗങ്ങൾക്ക് അടിമപ്പെട്ട് ജീവിക്കുന്നവരാണ്. നമ്മുടെ വർഗം എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന വർഗം, നമ്മൾ ഇവർക്ക് അഡിക്റ്റഡ് ആയിട്ട് അടിമപ്പെട്ട് ജീവിക്കുന്ന ഒരു വർഗമാണ്. അതുകൊണ്ടാണ് ഇപ്പൊ നമ്മളുടെ പൂർവികർ തൊട്ട് ഇതുവരെ നമ്മളെല്ലാവരും അനുഭവിക്കുന്നത്. അത് നമ്മൾ ഇപ്പോഴും മനസ്സിലാക്കിയിട്ടില്ല.
നമ്മൾ ആർക്കും ഒരാൾക്കും ഒരു ദ്രോഹം ചെയ്യാൻ പോകുന്നില്ല. നമ്മൾ ഇന്ന് വരെ ഒരാളുടെയും ജാതി തിരയുന്നില്ല. അതായത് ഇവിടെ ഒരു പ്രത്യേക വിഭാഗക്കാരല്ലാതെ നമ്മളും ഇവിടെ ജീവിക്കുന്ന മനുഷ്യരാണ്. നമ്മൾ എപ്പോഴെങ്കിലും ഒരു സംഭവം നടക്കുമ്പോൾ നമ്മൾ അതിൽ മതം തിരിയാൻ പോവാറുണ്ടോ? ഞാൻ ചെയ്യാറില്ല. ഇവിടെ മതം പൊക്കിപ്പിടിച്ചിട്ട് ഈ ഘോരം ഇങ്ങനെ മതം പൊക്കിപ്പിടിച്ചിട്ട് ഇതുപോലെ കരഞ്ഞോണ്ട് നിലവിളിച്ചോണ്ട് നടക്കുന്നത് ഒരു പ്രത്യേക വിഭാഗക്കാരാണ്. കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ കണ്ടു. ഒരു തലപ്പാവ് കെട്ടിയിട്ടുള്ള ഒരു മദ്രസയിലെ ഒരു കാർന്നോര് പറയുന്നതാണ്. മനാഫ് എന്ന് പറഞ്ഞ ചെറുപ്പക്കാരനെ വിളിച്ച് നിങ്ങൾ കേട്ടിക്കണ? മനാഫ് എന്ന് പറഞ്ഞ ചെറുപ്പക്കാരൻ എന്നാ ഒരു ഹൃദയവിശാലതയാണ് ഓന്റെ മനസ്സിന്. ഓനതാ പോകുന്നു, ഓന്റെ അർജുന്റെ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഓന്റെ അർജുന്റെ വീട്ടിൽ എന്നിട്ട് പറഞ്ഞു, അമ്മാ ഞാനുണ്ട് ഇങ്ങക്ക്. അത് ഓന്റെ മനസ്സാണ്. അതെന്തുകൊണ്ടാണ് ഓൻ അങ്ങനെ ആയത്? ഒരു മുസ്ലിം ചെറുപ്പക്കാരനാണ്. ഓന്റെ മനസ്സ് അത്രയും നല്ലതാണ്. ഒരു മുസ്ലിം ചെറുപ്പക്കാരായ നമ്മളൊക്കെ എന്താണ് ഓന് പഠിപ്പിച്ചു കൊടുക്കുന്നത്? ഓന്റെ നല്ല മനസ്സല്ലേ എന്ന് പറഞ്ഞിട്ട് കഥാപ്രസംഗം പറയുന്ന രീതിയിലുണ്ട്, അടിച്ചിറക്കിയിട്ടുണ്ട് വേറൊരു സ്ഥലത്ത്. എന്തൊരു വൈകാരികമായ സ്വഭാവമാണ് ഇതൊക്കെ. ഈ തരത്തിലൊക്കെ പറഞ്ഞിട്ട് അധിക്ഷേപിക്കുവല്ലേ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല്. എന്നിട്ട് ഈ പറയുന്ന മനാഫ് ഉസ്താദിനെ കൂട്ടിക്കൊണ്ടുവരുന്നു അവന്റെ വീട്ടിലോട്ട്. ചെയ്യുന്ന കാര്യങ്ങൾക്ക് ഞാൻ ചോദിക്കുന്ന, നമ്മുടെ വീട്ടിൽ ഒരു മരണം നടന്നിരിക്കുകയാണെങ്കിൽ അവരെ സമാധാനത്തിൽ വിടുക എന്നുള്ളതാണ് ഒരു മാന്യമായ മര്യാദ, ഒരു മിനിമം മര്യാദ. അത് ചെയ്യാതെ ഇപ്പുറത്ത് അവൻ യൂട്യൂബ് ചാനൽ ഉണ്ടാക്കി അവനതില് ആൾക്കാരെ ചേർക്കുന്നു, അവൻ കാശുണ്ടാക്കുന്നു, ഉണ്ടാവുന്ന വീഡിയോ അതിലിട്ടിട്ട് അവൻ അതിൽ വ്യൂസ് ഉണ്ടാക്കുന്നു, അവനതിൽ മുതലെടുപ്പ് നടത്തുന്നു. അതൊക്കെ നടത്തിക്കോട്ടെ, അവന്റെ ഇഷ്ടം. ഞാൻ അതിലൊന്നും ഒരു തെറ്റും പറയുന്നില്ല. അവന് അവസരത്തിനനുസരിച്ചിട്ട് ബിസിനസ് ചെയ്യാനുള്ള ഒരു മൈൻഡ് വന്നെങ്കിൽ അത് മനാഫിന്റെ കഴിവാണ്. നമ്മൾ അതിലൊന്നും യാതൊന്നും പറയാൻ ആളല്ല. പക്ഷേ ആ ചാനലിന്റെ വ്യൂസിന് വേണ്ടിയിട്ട് എന്ത് തോന്നിയവാസങ്ങളും കാണിച്ചു കൂട്ടുകയെന്ന് പറഞ്ഞാല് അതൊക്കെ ശരിയാണ്. മനാഫ് കാണിച്ചതെല്ലാം ശരിയാണ്. മനാഫിന്റെ മനസ്സാക്ഷി ഈശ്വര ഇന്ത്യ മഹാരാജ്യം പോലെ വിശാലമാണ് മനാഫിന്റെ മനസ്സാക്ഷി. മനാഫിന് എന്തോ മനസ്സാക്ഷിയാണ്? എന്താ കാണിച്ചത്? ഇത്രയും കാലങ്ങള് എല്ലാവരും കൂടെ 1076 ദിവസം കഷ്ടപ്പെട്ടത് മുഴുവൻ ഒറ്റയ്ക്ക് 2 തുള്ളി മുതലക്കണ്ണീരില് പകർത്തിയെടുത്ത് സ്വന്തമാക്കിയതോ? അതിന്റെ എല്ലാ ക്രെഡിറ്റും അയാൾ ഒരു കുടുംബത്ത് പിറന്നവനാണെങ്കിൽ അയാൾ പറയണ്ടേ? അയാൾ ഈ ജാതി കോമാളിത്തരങ്ങൾ കാണിച്ചിട്ട് ഇതുപോലെ വന്നിരുന്നിട്ട് പിന്നെ ഈ വായേന്ന് ഇന്നിപ്പം നമ്മൾ നോക്കുമ്പോൾ എന്താ പറയാ, മഞ്ചേരി ആദരിക്കുന്നു. ആരെ? മനാഫിനെ മഞ്ചേരി ആദരിക്കുന്നു. അത് എന്തിന്റെ പേരിലാണെന്നുള്ളത് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. ഞാൻ കണ്ടതാണ് ഒരു പോസ്റ്റ്. ഇവൻ എന്തിന്റെ പേരിലാണെന്നുള്ളതാണ് എനിക്ക് മനസ്സിലാവാത്തത്. ഇതാ പോസ്റ്റ് കണ്ടോ? നമ്മൾ എല്ലാവരും കണ്ടു കാണും. മനാഫിനെ മഞ്ചേരി ആദരിക്കുന്നു. ഇന്ന് വൈകുന്നേരം 6:30 മനാഫിനെ മഞ്ചേരി ആദരിക്കുകയാണെന്ന്. എന്തിന്? ഇനി മനാഫിന് അത് കഴിഞ്ഞിട്ട് വേറൊരു പോസ്റ്റ് ഞാൻ കണ്ടതാണ്. മനാഫിന് പത്മശ്രീ കൊടുക്കണമെന്ന് സപ്പോർട്ട് ചെയ്തുകൊണ്ട് നമ്മുടെ സോഷ്യൽ മീഡിയയില് മനാഫിന് പത്മശ്രീ കൊടുക്കണം, അതിനെ സപ്പോർട്ട് ചെയ്യാൻ പറഞ്ഞിട്ട് അടുത്ത പോസ്റ്റ്. അത് കഴിഞ്ഞിട്ട് മുക്കം ഹയർ സെക്കൻഡറി സ്കൂളിന്റെ ഇപ്പതേ നടന്നു കഴിഞ്ഞതാണ്, അത് നടന്നുകൊണ്ടിരിക്കുന്നതാണ്. മുക്കം ഹയർ സെക്കൻഡറി സ്കൂള് മനാഫിനെ ആദരിച്ചിട്ട് മനാഫിനെ കൊണ്ട് ആർക്കും ഒരു ഉപകാരം ചെയ്യാൻ പാടില്ലപ്പാ, അത് ചെയ്താലായിട്ട് അവൻ ശത്രുവായിട്ട് മാറുന്നു. ആൾക്കാർക്ക് ഉപകാരമൊക്കെ ചെയ്യാം, ഉപകാരം ചെയ്യുന്നതിനൊക്കെ പരിധിയുണ്ട്. അതായത് കൊച്ചിനെ എടുക്കാൻ പറഞ്ഞാൽ കൊച്ചിനെ എടുക്കുക, കൊച്ചിന്റെ അമ്മയെ എടുക്കാൻ നോക്കേണ്ട കാര്യമില്ലല്ലോ. മനാഫ് ചെയ്തത് അതാണ്. സിമ്പിൾ ആയിട്ടുള്ള ഒരു വേർഡില് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിലൊരു ഭാഷയാണ് ഞാൻ പറയുന്നത്. കൊച്ചിനെ എടുക്കാൻ പറഞ്ഞാൽ കൊച്ചിനെ എടുക്കുക, കൊച്ചിന്റെ അമ്മയെ എടുക്കാൻ പോവരുത്. മനാഫ് ചെയ്തത് നല്ലതല്ലെന്ന് ഞാൻ പറയുന്നില്ല. മനാഫ് ചെയ്തത് മനസാക്ഷിയുള്ള കാര്യമാണ്, നല്ല കാര്യമാണ്. സപ്പോർട്ട് ചെയ്തു. അപകടം നടന്ന അവനവന്റെ കീഴിൽ വർക്ക് ചെയ്ത തൊഴിലാളിയെ സപ്പോർട്ട് ചെയ്തു. അതൊക്കെ നല്ല കാര്യമാണ്. പക്ഷേ ഒരു പരിധിയുണ്ടല്ലോ, ഏതിനും പോകാനായിട്ടൊരു പരിധിയുണ്ടല്ലോ. നമ്മളൊരു സോഷ്യൽ മീഡിയയിൽ ഒരു ചാനൽ തുടങ്ങി വെച്ചിട്ടുണ്ടെന്ന് വിചാരിച്ചിട്ട് ആ ചാനലിന്റെ അഭിവൃദ്ധിക്ക് വേണ്ടിയിട്ട് എന്തും വിറ്റ് കാശാക്കാന്ന് പറഞ്ഞാൽ ആ ഒരു മനസ്സ് കാണിച്ചാൽ അത് വളരെ അങ്ങേയറ്റത്തെ നെറികേടാണെന്ന് പറയാൻ പറ്റും. അപ്പുറത്തൊരു കുടുംബം ആ ഡെഡ് ബോഡി കിട്ടാതെ കഷ്ടപ്പെട്ടിരിക്കുന്ന അവസ്ഥയിലാണ് ഇതൊക്കെ ഇവിടെ നടന്നുകൊണ്ടിരുന്നത്. അതൊന്നും നമുക്ക് കണ്ണു കാണാനില്ല. മനാഫ് നല്ലവൻ, മനാഫിന്റെ മനസാക്ഷി, മനാഫിന്റെ മാങ്ങാത്തൊലി, മനാഫിന്റെ തേങ്ങാക്കൊല, മനാഫ് മാത്രമേ ഉള്ളൂ പിക്ചറിൽ. അവസാനം മനാഫ് വന്നിരുന്നിട്ട് എല്ലാവർക്കും ബൈറ്റ് കൊടുത്തിട്ട് അവിടെ സംസാരിക്കുമ്പോ മനാഫ് പറയുന്നു, ഞാൻ 75,000 ഉറുപ്പിയാണ് അയാൾക്ക് സാലറി കൊടുത്തിരുന്നത്. ശുദ്ധ നുണ. 75,000 ഉറുപ്പിയെ സാലറി കൊടുത്തു എന്ന് പറയുന്നത്. പിന്നീട് അതിനെക്കുറിച്ച് ചോദിച്ചപ്പോ അദ്ദേഹം എന്താ പറഞ്ഞെന്നറിയോ? ഈ 75,000 രൂപ ഞാൻ ഇവിടെ ഇത്രയും പൈസ കൂട്ടി പറഞ്ഞത് അയാൾക്ക് ഇൻഷുറൻസിന്റെ പൈസ കിട്ടണമെങ്കിൽ കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. ഞാൻ ചോദിക്കുന്ന, ലോറി ഉടമ മനാഫ് പറഞ്ഞ് ബൈറ്റ് കൊടുത്തിട്ട് അതിന് വിളിച്ചു പറഞ്ഞ പൈസ നോക്കിയിട്ടാണോ കോടതി നാളെ ഇൻഷുറൻസ് വിധിക്കുന്നത്? അല്ലേ, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി ഇവരുടെ PR വർക്ക് എവിടെ ചെല്ലുന്നു എന്നുള്ളത്. ഈ ഓരോരോ പ്രത്യേക മതക്കാര് ഇത് എവിടെ പോകുന്നത്?
ഇവര് സ്വയം നാണം കെടാനല്ലേ ഇരിക്കുന്നത്. ഇപ്പം ഈ മനാഫിനെ കൊണ്ടുപോയിട്ട് ഇത്രയും വലിയ പിന്നെ വരവേൽപ്പ് കൊടുക്കാനും ഇവൻ എന്താ ഫുട്ബോള് പിന്നെ നടത്തിയിട്ട് ഇവൻ ജയിച്ചോ? ഫുട്ബോൾ മത്സരം നടത്തിയിരുന്നു ഇവിടെ കേരള ഫുട്ബോള്, മനാഫ് കേരള ഫുട്ബോൾ മത്സരം. മനാഫിന്റെ ടീമാണോ ജയിച്ചത്? അതാണോ വരവേൽപ്പ്? അതോ വേറെ എന്തോ ചെയ്തിട്ടാണ്? ഞാൻ ചോദിക്കുന്നത്, നമ്മുടെ നാട്ടില് അതായത് ഒരു പ്രത്യേക വിഭാഗക്കാര് പ്രത്യേക മതം തന്നെയായിരിക്കും ഈ പറയുന്ന ചടങ്ങുകളും ഇവന് സ്വീകരണങ്ങളും എല്ലാം ഏൽപ്പിച്ചത് ഏർപ്പാടാക്കിയത് അവര് തന്നെ ആയിരിക്കും. അത് നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും. അല്ലാതെ തലയ്ക്ക് വെളിവുള്ള മൂക്ക് കിഴ്പിട്ടുള്ള അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വകതിരിവുള്ള ഒരു മനുഷ്യനും ഇപ്പോ ഈ ഒരു മരണപ്പെട്ട ഫാമിലി അപ്പുറത്തിരിക്കുമ്പോ, ഒരു മരണപ്പെട്ട ഫാമിലി അപ്പുറത്ത് ഇതേപോലെ മകൻ നഷ്ടപ്പെട്ടിരിക്കുമ്പോ ഇനി ഈ മനാഫ് എന്ന് പറയുന്നവൻ, ഈ കൂട്ടുകാരൻ നഷ്ടപ്പെട്ടതിൽ എന്തെങ്കിലും ഒരു മനസ്സ്, എന്തെങ്കിലും ഒരു വേദന അവന്റെ മനസ്സിൽ ആത്മാർത്ഥമായിട്ടുണ്ടായിരുന്നെങ്കിൽ അവൻ ഈ പറയുന്ന വരവേൽപ്പിനും ഈ എന്താ പറയാ സ്വീകരണത്തിനൊക്കെ ഇവൻ പോകുമായിരുന്നോ? ഒരു കുടുംബം നഷ്ടപ്പെട്ട്, ഒരു കുടുംബത്ത് ഒരു മകൻ നഷ്ടപ്പെട്ട, കൂട്ടുകാരൻ നഷ്ടപ്പെട്ട വേദന, ബാക്കിയെല്ലാം നിങ്ങൾ മാറ്റിക്കളഞ്ഞോ? കൂട്ടുകാരൻ നഷ്ടപ്പെട്ട വേദന അനുഭവിക്കുന്ന ഒരുത്തൻ ഈ വരവേൽപ്പിനും ഈ പറയുന്ന സംഗതികൾക്കൊക്കെ പോയിരുന്നു കൊടുക്കുമായിരുന്നോ? അവന്റെ ദുഃഖം തളം കെട്ടി നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ. അപ്പൊ ഇതിന്റെയൊക്കെ പുറകിൽ എന്താ ചേതോവികാരം? എന്താണ്? ഞാനങ്ങ് പ്രശസ്തനാവുക, ഞാനങ്ങ് മാന്യനാവുക, ചുളിവില് കയറിയിട്ട് എന്ത് ഈ വാഴയുടെ ഇടയിൽ കൂടെ ചീരയും കൂടെ നനയ എന്ന് പറഞ്ഞ പോലെ ഇതിന്റെ പുറകില് കയറിപ്പോയിട്ട് പരമാവധി വലിയ ആളാവുക, പ്രശസ്തനാവുക. പക്ഷെ ഇതിനൊക്കെ ഒരു 2.25 നാഴിക 3.25 നാഴിക നേരെ ഉള്ളൂ. ഈ പ്രശസ്തിക്കൊക്കെ അത്രേ ഉള്ളൂ. അല്ലാതെ ഇതിൽ കൂടുതലൊന്നും ആയുസില്ല. അതായത് ഈയാമ്പാറ്റ ഉണ്ടായി വരുന്നു, ഭൂമിയുടെ അടിയിൽ നിന്ന് കണ്ടിട്ടില്ലേ? ഈയാമ്പാറ്റ മുളച്ചു വരുന്നു, വിളക്ക് ഏതെങ്കിലും വിളക്കിന്റെ മുന്നിൽ ചെന്ന് ചാടുന്നു, അത് അവിടെ കരിഞ്ഞു വീഴുന്നു. അത്ര ആയുസേ ഉള്ളൂ ഇതിനൊക്കെ. അപ്പൊ ശരി തെറ്റുകൾ എല്ലാവരും കൂടി പറയുമ്പോൾ, സോഷ്യൽ മീഡിയയിലെ കുറെ നാണം കെട്ട വർത്തമാനങ്ങൾ പറയുമ്പോൾ, ആ നാണം കെട്ട വർത്തമാനത്തിൽ ഒരു കുടുംബത്തിന്റെ അകത്ത് കയറിയിട്ട് അതിന്റെ അപ്പുറത്തോട്ട് പോയിട്ട് കാര്യങ്ങൾ അന്വേഷിക്കാൻ ഒരാൾക്കും അധികാരമില്ല. അത് ഞാനാണെങ്കിലും ശരി, നിങ്ങളാണെങ്കിലും ശരി. അർജുനന്റെ കുടുംബത്തെ കാര്യങ്ങൾ അർജുനന്റെ കുടുംബത്തെ കാര്യങ്ങളാണ്. അത് അവർക്ക് വിടണം. അവിടെ കയറിയിട്ട് ആളാവാനും അവരുടെ അർജുനന്റെ വാപ്പയാവാനും മനാഫ് ശ്രമിക്കരുത്. അത് ശ്രമിച്ചാൽ അത് മോശമാണ് എന്നാണ് ഞാൻ പറഞ്ഞത്. മനാഫിന്റെ മനസ്സ് പൊട്ടയാണെന്നോ മനാഫ് നല്ലവനല്ലെന്നൊന്നും ഞാൻ പറഞ്ഞില്ല. ഇനി ഈ പ്രത്യേക മതം എന്റെ നേരെ കയറാൻ വരണ്ട. കാരണം നമുക്ക് മതം പൊക്കിപ്പിടിച്ച് ജീവിക്കാൻ പറ്റുന്ന മതമില്ലാത്ത ആൾക്കാരാണ്. നമുക്ക് മതമില്ല. നമുക്ക് എന്ത് വരുമ്പോഴും മതമാണേ എന്ന് പറഞ്ഞിട്ട് നമുക്ക് നിരോധിക്കാനായിട്ട് പറ്റില്ല. കാരണം മതമില്ല നമുക്ക്. നമ്മൾ നമ്മുടെ ഒരു സംസ്കാരത്തിൽ കഴിയുന്ന ആൾക്കാരാണ്. ആ സംസ്കാരക്കാര്, ആ ഒരു സംസ്കാരത്തിൽ ജീവിക്കുന്ന ആൾക്കാര് എന്നെ കുത്തിയേ എന്റെ മതത്തിന് പൊള്ളിയെന്ന് പറഞ്ഞിട്ട് എനിക്കൊരിക്കലും വരാൻ പറ്റില്ല. കാരണം നമ്മൾ മനുഷ്യനായിട്ട് ജീവിക്കുന്ന ആളാണ്. ഇന്ന് വരെ മതം പൊക്കിപ്പിടിച്ച് ജീവിച്ചിട്ടില്ല ഇതേവരെ. അപ്പൊ മതം പൊക്കിപ്പിടിച്ച് വരുന്നവൻ അവന്റെ അജണ്ട മതം തന്നെയാണ്. ഈ മനാഫിനെ പൊക്കിക്കൊണ്ട് വരുന്നവര് അതിന്റെ ഇടയിൽ കൂടെ വന്നിട്ട് എന്നെ തെറി വിളിക്കുന്ന ഹിന്ദു നാമധാരികളും കൂടി ഉണ്ട്. ആ ഹിന്ദു നാമധാരികളും കൂടി പറയാണ്, ചെയ്തത് മനാഫ് എന്ന് പറയുന്നവൻ ചെയ്തത് അവസരവാദം തന്നെയാണ്. അവൻ ചെയ്തത് അവസരവാദം തന്നെയാണ്. അവന്റെ വർഗക്കാർ ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നതും അവസരവാദമാണ്. പണ്ട് ഹനാനെ പൊക്കി പിടിച്ച ആൾക്കാര്, ഇപ്പൊ ജയിലിൽ കിടന്നിരുന്ന ഒരുത്തിന് വേണ്ടി 30-35 കോടി മുടക്കിയ ആൾക്കാര്, അത് കഴിഞ്ഞിട്ട് ഈ പറയുന്ന അർജുനന്റെ കുടുംബം, ഒരു കുടുംബത്തിലെ ഒരു മനുഷ്യൻ നഷ്ടപ്പെട്ടിരിക്കുമ്പോ അതിന്റെ മറവിൽ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടും അവന്റെ ബൈക്ക് കാണിച്ചിട്ടും അവന്റെ ഉടുപ്പ് കാണിച്ചിട്ടും അവന്റെ ജീവിതം പറഞ്ഞിട്ടും അവന്റെ കുട്ടിയെ ഏറ്റെടുക്കാൻ നോക്കിയിട്ടും ആ ജാതി ഈ എന്താ പറയാ സെന്റിമെന്റ്സ് എവിടുന്ന് കിട്ടുന്നോ ആ സെന്റിമെന്റ്സ് മുഴുവനും വിറ്റ് കാശാക്കാൻ നടന്ന ഒരു ബിസിനസ് മൈൻഡ് കണ്ട മനാഫെ, മൂക്ക് കിഴിപ്പിട്ടുള്ള തലയ്ക്ക് അകത്തെ എന്തെങ്കിലും ആൾതാമസമുള്ള മനുഷ്യർക്ക് ചിന്തിക്കാൻ പറ്റുന്നതേ ഞാനും ചിന്തിച്ചുള്ളൂ. ഇതിൽ എനിക്ക് 2 വാക്ക് നിങ്ങളോട് പറയാതിരിക്കാൻ പറ്റിയില്ല. അതുകൊണ്ടാണ് ഞാൻ ഈ പറയുന്നത്. ഇതിൽ എന്ത് തെറ്റുണ്ടെന്നുണ്ടെങ്കിലും അതെന്റെ അഭിപ്രായമാണ് ഞാൻ പറഞ്ഞത്. എന്നെ കൊണ്ടുവന്നിട്ട്, അതായത് 10-72-76 ദിവസത്തോളം കഷ്ടപ്പെട്ട് ഉറക്കമൊഴിച്ച് ഒരു വലിയൊരു പ്രകൃതി ദുരന്തം നടന്നൊരു സ്ഥലത്തെ അവസ്ഥ എന്താണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഏത് സമയത്തും അവിടെ ഇനിയും സംഭവിക്കാം. അങ്ങനെയുള്ള ഒരു സ്ഥലത്ത് വന്നിട്ട് ഒരുപാട് നല്ല മനുഷ്യര്, രാവെന്നോ പകലെന്നോ പിന്നെ മഴയെന്നോ കാറ്റെന്നോ, അത് ഈ പ്രകൃതി ദുരന്തം നടന്ന സമയത്ത് അവിടെ ഭയങ്കര മഴയായിരുന്നു, നമ്മളെല്ലാവരും കണ്ടതാണ്. ആ മഴയെ പോലും വകവയ്ക്കാതെ ആ മഴയെ പോലും സഹിച്ച് അത്രയും നാള് ഈ 10-76 ദിവസം അവിടെ കഷ്ടപ്പെട്ട കേന്ദ്രസേനയാണെങ്കിലും ആ നാട്ടുകാരാണെങ്കിലും ആ നാട്ടിലെ നല്ല ജനങ്ങളാണെങ്കിലും നമ്മുടെ കർണാടക സർക്കാരാണെങ്കിലും കേരള സർക്കാരാണെങ്കിലും അതിനു വേണ്ടിയിട്ട് എഫേർട്ട് എടുത്ത എല്ലാവർക്കും എന്റെ സല്യൂട്ടാണ്. അതില് ഇത്രയും ആൾക്കാരുടെ കഷ്ടപ്പാട് കിട്ടിയിട്ട് അതിനൊരു മോക്ഷം കണ്ട ദിവസം, അതിനൊരു ഫലം കണ്ട ദിവസം
ഒരു മണ്ണും ചാരി നിന്നവൻ പെണ്ണും കൊണ്ടുപോയി എന്ന് പറഞ്ഞ പോലെ ഒരൊറ്റ സെക്കൻഡ് കൊണ്ട് 2 തുള്ളി കണ്ണീരൊഴുക്കിയിട്ട് അത് മുഴുവനും വടിച്ചെടുത്ത് കൊണ്ടുപോയ ഇവൻ ഒരു പ്രത്യേക മതക്കാരനാണെങ്കിൽ ഈ പ്രത്യേക മതക്കാരന്റെ കറക്റ്റ് ആയിട്ടുള്ള PR വർക്കാണ് ഈ നാട്ടിൽ നടക്കുന്നത്. അത് നിങ്ങൾ ഇന്നല്ലെങ്കിൽ നാളെ ഈ എല്ലാവരും അത് മനസ്സിലാക്കും. എല്ലാവരും അത് മനസ്സിലാക്കും. അതായത് ഹിന്ദു എന്ന ജന്തുവിനെ ചൂഷണം ചെയ്യാനായിട്ട്, ചൂഷണം ചെയ്ത് ജീവിക്കാനായിട്ട് ഇവിടെ ഒരു പ്രത്യേക വർഗക്കാരുണ്ട്. അവന്റെ മനസാക്ഷിയെ, അവന്റെ സത്യസന്ധതയെ, അവന്റെ നിഷ്കളങ്കതയെ മുതലെടുപ്പ് നടത്താനായിട്ട് ഇവിടെ കൃത്യമായിട്ട് ഒളിഞ്ഞും തെളിഞ്ഞും ഇരിക്കുന്ന ഒരു പ്രത്യേക വിഭാഗമുണ്ട്. ഇന്നല്ലെങ്കിൽ നാളെ നിങ്ങൾക്കത് മനസ്സിലാവും. അതായത് അവർക്ക് അവരുടെ കാര്യം വരുമ്പോ അവരുടെ മതമാണ്, ഇന്നും അവരുടെ കാര്യം വന്നപ്പോ മതമാണ് ഉയർത്തി കാണിക്കുന്നത്. ഈ പ്രത്യേക മതത്തിൽപ്പെട്ടു. ഞാൻ പറയണ ഈ മനാഫ് എന്ന് പറയുന്നവൻ വേറൊരു ഹിന്ദു നാമധാരി ആയിരുന്നെങ്കിൽ ഇവിടെ ആരെങ്കിലും അറിയുമായിരുന്നോ? ഈ മനാഫ് എന്ന് പറയുന്നവന് പകരം ഏതെങ്കിലും സതീഷോ സുരേഷോ രമേശോ അല്ലെങ്കിൽ വല്ല ജോർജോ അല്ലെങ്കിൽ മറ്റ് ലോറൻസോ ആരെങ്കിലും ആയിരുന്നെങ്കിൽ ഈ സംഗതികൾ ആരെങ്കിലും അറിയുമായിരുന്നോ? ഇത് ഇത്രയും ദിവസം ഈ ന്യൂസ് ഓടുമായിരുന്നോ? ഇല്ല, ഇല്ല. അതാണ് സത്യം. അപ്പോ നിങ്ങളുടെ ബുദ്ധിക്ക് അനുസരിച്ച് നിങ്ങൾ ചിന്തിക്കുക, എന്റെ ബുദ്ധിക്ക് അനുസരിച്ച് ഞാൻ ചിന്തിക്കുന്നു. ഞാൻ തെറ്റായിട്ട് യാതൊന്നും പറഞ്ഞിട്ടില്ല. ഇവിടെ കണ്ട സാധനങ്ങളെ ഞാൻ പറഞ്ഞുള്ളൂ, സത്യസന്ധത മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ. ഈ പ്രത്യേക മതവിഭാഗക്കാര് എന്തിനാണ് കിടന്നിങ്ങനെ കയറ് പൊട്ടിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാവുന്നില്ല. ഈ മതം പൊക്കിപ്പിടിച്ചോണ്ട് അവരവരുടെ നടപ്പില്, വസ്ത്രത്തില്, ഭക്ഷണത്തില്, കിടപ്പില്, ഇരിപ്പില് എല്ലാ തരത്തിലും മതം കുത്തിക്കയറ്റുന്ന ഈ പ്രത്യേക വിഭാഗ മതക്കാര് നമ്മളൊരു വായ തുറന്നു കഴിഞ്ഞാൽ വന്നിട്ട് പറയുന്നത് എന്താണ്? വർഗീയത. എടാ വർഗീയത വിളമ്പുന്നു, വർഗീയ സംഗിണി, ചാണക സംഗിണി, വർഗീയ സംഗിണി. എന്റെ വസ്ത്രത്തിൽ നിങ്ങൾക്ക് മതം കാണാൻ സാധിക്കുമോ? എന്റെ നടപ്പിൽ മതം കാണാൻ സാധിക്കുമോ? എന്റെ ഭക്ഷണത്തിൽ മതം കാണാൻ സാധിക്കുമോ? എന്റെ വാക്കുകളിൽ മതം കാണാൻ സാധിക്കുമോ? എന്റെ പ്രവൃത്തിയിൽ മതമുണ്ടോ? നിങ്ങൾ തന്നെ പറ. അപ്പൊ ഇതൊക്കെ ചെയ്യുന്നതാരാ? ഒരു പ്രത്യേക വിഭാഗക്കാര്. എന്നിട്ട് അവര് നമ്മളെ വിളിക്കുന്നത് എന്താണ്? വർഗീയവാദി, വർഗീയ സംഗിണി. എനിക്ക് വർഗീയവാദി, വർഗീയ സംഗിണി, അല്ലെങ്കിൽ ഞാൻ അങ്ങനെ പറയുമ്പോ ഏറ്റവും വലിയ വർഗീയവാദി, സംഗിണി, ചാണക സംഗിണി തന്നെയാണെന്ന് ഞാൻ നിങ്ങൾക്ക് സമ്മതിച്ചു തരുന്നു. ഞാനതാണ്. എന്റെ കൂടെ ഇഷ്ടമുള്ളവർ നിന്നാ മതി, എന്നെ ഇഷ്ടമുള്ളവർ സപ്പോർട്ട് ചെയ്താൽ മതി, എന്നെ തിരിച്ചറിയുന്നവർ എന്നെ സപ്പോർട്ട് ചെയ്താൽ മതി. ഞാൻ പറയുന്നത് സത്യസന്ധമാണെങ്കിൽ നിങ്ങൾ അംഗീകരിച്ചാൽ മതി. എനിക്കൊരു നിർബന്ധവും ഇല്ല. അല്ലാതെ എന്നെ വർഗീയ സംഗിണി, വർഗീയ പട്ടം തരുന്നവരോടൊക്കെ ഉണ്ടല്ലോ, ഇത് ദിവസവും പോകുന്നുണ്ട്, അതിന് തുല്യമാണ്. മത്തായിക്ക് ഡേഷാണ്. ഈ വർഗീയവാദി, വർഗീയ സംഗിണി, പച്ചത്തറിയൊക്കെ, ഈ പച്ചത്തറി വിളിക്കണതൊന്നും നമുക്ക് യാതൊരു പുത്തരിയുമില്ല. പച്ചത്തറി വിളിക്കുന്നത് അവന്റെ സംസ്കാരം, പച്ചത്തെറി പറയുന്നതും അവന്റെ സംസ്കാരം, അവന്റെ കുടുംബത്ത് അവൻ പഠിച്ച സംസ്കാരം, അവന്റെ അമ്മയും അപ്പനും പിന്നെ ഉമ്മയും ഉപ്പയും ഒക്കെ പറഞ്ഞു കൊടുത്ത ആ സംസ്കാരമാണ് എന്നെ വന്ന് വിളിക്കുന്നത്. അതിൽ എനിക്ക് യാതൊരു വിഷമവുമില്ല, സന്തോഷം മാത്രം. എന്നാലും പറയേണ്ടത് പറയും. ഈ കാലത്ത് ഈ ഭൂമിയിൽ ഒരുപാട് കാലം ജീവിച്ചു കൊടുക്കാൻ ആർക്കും ഗ്യാരണ്ടി പറഞ്ഞിട്ടില്ല, ഒരാൾക്കും. അപ്പൊ അതുകൊണ്ട് സത്യം എന്താണോ, ന്യായം എന്താണോ അത് ഞാൻ പറഞ്ഞുകൊണ്ടേയിരിക്കും. അതിൽ നിങ്ങളെല്ലാവരുടെയും സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഞാൻ ഇത്രയും നേരം എന്നെ കേട്ട എല്ലാവർക്കും എന്റെ നമസ്തേ, കൂപ്പുകൈ.